നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. നടൻ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ഒരു ലഹരി കേസിൻ്റെ വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് രാസലഹരി ഉപയോഗിക്കുന്ന, അത്യന്തം മാരകമായ രാസലഹരി ഉപയോഗിക്കുന്ന നടന്മാരുടെയും അല്ലെങ്കിൽ മറ്റ് സിനിമയുമായി ബന്ധപ്പെട്ട ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഉയരുന്നുണ്ട്. ചില നടന്മാർക്കൊക്കെ എതിരെ നിരന്തരമായി ഒരേ ആളുകൾക്കെതിരെ തന്നെ അത്തരം ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ആദ്യ കൊക്കൈൻ കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് തന്നെ ഈ നടനെതിരെയായിരുന്നു. പക്ഷേ വേണ്ടത്ര തെളിവുകൾ ഇല്ല, അല്ലെങ്കിൽ അന്വേഷണ രീതിയിലെ പാളിച്ചകളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അന്ന് കോടതി ഇത് തള്ളിക്കളഞ്ഞത്. അവിടെയും ചില പ്രത്യേക പരിഗണനയൊക്കെ ലഭിച്ചു എന്ന് വേണം, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു എന്ന് വേണം സ്വാഭാവികമായും നമുക്ക് കരുതാൻ. ഇപ്പോഴും ഒരു റൂമിൽ വന്ന് പോലീസ് മുട്ടുന്നു, പുറകിലത്തെ ജനൽ വഴി രക്ഷപ്പെട്ട് ഓടുന്നു, പക്ഷേ പോലീസിന് പിടിക്കാൻ കഴിയുന്നില്ല. ആ ദിവസം ഞങ്ങൾ എന്തിനാണ് പിടിക്കേണ്ടത്, കേസില്ല എന്നൊക്കെ പറയുന്നു. ഇന്നിപ്പോൾ മന്ത്രി ഈ പരാതിയില്ലെങ്കിലും, പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിലും പരാതിയിൽ കേസെടുക്കും, അവർ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിലും തുടർ നടപടിയുമായി മുന്നോട്ട് പോകും എന്നൊക്കെ പറയുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തെ പിടിക്കണം എന്നുള്ള തരത്തിലേക്കൊക്കെയുള്ള പോലീസിൻ്റെ നീക്കമുണ്ടാകുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നാലും സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നാലും സിനിമക്കാരുടെ ഭാഗത്തു നിന്നാലും ഇത്തരം ചില എലമെൻസിന് അമിതമായ ചില പരിഗണന നൽകുന്നുണ്ടോ? അവർക്ക് എന്തുമാവാം, അവർക്ക് ഏത് തരത്തിലും പ്രതികരിച്ചാലും ഒന്നുമില്ല എന്ന തരത്തിലേക്കൊക്കെ നൽകുന്നുണ്ടോ? ഇവരൊക്കെ സമൂഹത്തിലേക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇതിൽ പൊതുജനങ്ങളുടെ പ്രതികരണം എന്താണ്? ന്യൂസ് 18 ഏതായാലും പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. കരുനാഗപ്പള്ളിയിൽ നിന്നും ബിജു ആണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ ബിജു, ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വ്യക്തിയായിട്ട് മാത്രം കാണേണ്ട കാര്യമില്ല. ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഇത്തരത്തിൽ ഈ രാസലഹരിയൊക്കെ പണ്ടും സ്വാഭാവികമായും പല മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ലഹരിയുടെ ഉപയോഗമൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ അതും പലതരത്തിലും മാറ്റേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ആ ഘട്ടമെല്ലാം കഴിഞ്ഞ് ഏറ്റവും അതിമാരകമായ രാസലഹരിയുടെ ഘട്ടത്തിലേക്കൊക്കെ കടക്കുകയാണ് ആളുകൾ. ഇവർക്കൊക്കെ ചില പ്രത്യേക പരിഗണന എപ്പോഴും, അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാലും സിനിമാ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നാലും മറ്റ് സമൂഹത്തിൽ പലരുടെ ഭാഗത്തു നിന്നാലും ഒക്കെ അങ്ങനെ ഒരു പരിഗണന ലഭിക്കുന്നുണ്ടോ? സാറേ പറഞ്ഞോളൂ. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു നടനാണ്, അതിൽ ഞാൻ അംഗീകരിക്കുന്നു. നടന്മാരുടെയിൽ ഒരുപാട് പേരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ സമൂഹം വളർന്നു വരുമ്പോൾ ലഹരിക്കെതിരെ സമരം ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ കോഴിക്കോട് ലഹരിക്കെതിരെ സമരം ചെയ്ത് അയാളുടെ ബ്രൗൺ ഷുഗർ പിടിച്ചത് അയാളുടെ ഷൂനടിയിൽ നിന്നാണ്. അപ്പോൾ ഇത് എവിടുന്ന് വരുന്നു, ഇതെങ്ങനെ വരുന്നു ഒന്ന് അന്വേഷിക്കുന്നുണ്ടോ? നമ്മളിപ്പോ നടന്മാര് ഉപയോഗിക്കുന്നു. ഞാനൊരു മദ്യപാനിയായിരുന്നു, ഞാൻ മദ്യപാനം നിർത്തിയതാണ്. പക്ഷെ ഈ മദ്യപാനം എങ്ങനെ ഉണ്ടാവുന്നു? നമ്മള് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിയിട്ട് അടുത്ത ബിവറേജ് തുറക്കുകയാണ്. അപ്പൊ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്, ഉപയോഗിക്കുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ട്. ഇതിന് കാരണക്കാരാണ്? ഇപ്പൊ നമ്മൾ TV നിങ്ങളുടെ വാർത്ത തുറന്നു വെച്ചാൽ ആദ്യം കൊലപാതകം, സുഹൃത്തിനെ മറ്റേ സുഹൃത്ത് കല്ലിനിടിച്ചു പോകുന്നു. ഇതിന് കാരണം എന്താണ്? അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്നു, അമ്മയുടെ കഴുത്തെ പിച്ചാത്തി വെക്കുന്നു. ഇതിന് കാരണക്കാരാണ്? നമ്മുടെ ഞാൻ ബിയർ അടിച്ചായിരുന്നു ഞാൻ തുടങ്ങിയത്. ഞാൻ മദ്യം തുടങ്ങുന്നത് ബിയർ അടിച്ചാണ്. പിന്നെ ഞാൻ വലിയ മദ്യങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ 2012 ഞാൻ മദ്യപാനം നിർത്തി, പൂർണ്ണമായിട്ട് ഞാൻ സ്വയം നിർത്തി. താങ്കൾ മദ്യമല്ലാതെ ഈ രാസലഹരിയിലേക്കൊക്കെ പോയിരുന്ന ആളാണോ, അതോ ഒരിക്കലും പോയിട്ടില്ല. അതിൽ പോകാൻ കാരണം നമ്മുടെ അധികാരികൾ തന്നെയാണ്. അധികാരികൾ ഇത് കച്ചവടം തുടങ്ങുന്നോണ്ടല്ലയോ? എത്ര ബാറാണ് ഇപ്പൊ തുറന്നിട്ടുള്ളത്, എത്ര ബിവറേജ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ മറുഭാഗത്ത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടാവുന്നു എന്നതാണ് ശ്രീ ബിജു ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, ഈ താങ്കൾ സിനിമ മേഖലയുമായിട്ടൊക്കെ അടുത്ത് അവിടെയൊക്കെ പ്രവർത്തിച്ച് പരിചയം കൂടിയുള്ള ആളായിരിക്കും. സ്വാഭാവികമായും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരിയുടെ ആരോപണം പണ്ട് മുതലേക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ എല്ലാ അതിർത്തികളെല്ലാം കടന്ന് ഇപ്പോൾ ഈ രാസലഹരിയൊക്കെ ഉപയോഗിച്ച് മനുഷ്യൻ ഉപയോഗിച്ചാൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചാൽ തന്നെ അതിന് മാരകമായി അഡിക്റ്റായി പോകുന്ന തരത്തിലുള്ള രാസലഹരിയൊക്കെ ഉപയോഗിക്കുകയും അത്തരം ചില ചെറുപ്പക്കാരെയൊക്കെ പുതിയ തലമുറ ആളുകളൊക്കെ വലിയ ആരാധനയോട് കൂടിയൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്നവർ, അവർക്കൊക്കെ എന്ത് പറഞ്ഞാലും ഒന്നുമില്ല, അവർക്കൊക്കെ ചില പ്രത്യേക പ്രിവിലേജ് ലഭിക്കുന്നുണ്ടോ? ഇയാളിപ്പോ നേരത്തെ ഷൈൻ ടോം ആയിരുന്നു, ഇപ്പൊ ഷൈനിങ് ടോം ആയി മാറിയിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ഇത് ഈ ലൊക്കേഷനിലൊക്കെ ഞാൻ പോയി, എനിക്ക് നല്ല പരിചയം. മയിലാടുംകുന്ന് വരെ പാപ്പിയപ്പച്ച വരെ ഞാൻ കണ്ടതാണ്. അപ്പോ അതിലൊക്കെ പറയുമ്പോ അവർക്ക് ഡ്യൂപ്പ് അറിയുന്നുണ്ട്. KP ഉമർ ആരാണോ പ്രേമത്തിൽ ആരാണോ അറിയാം, അത്രയും ഗംഭീരായിരിക്കും. ഒരടി താഴ്ചയുള്ള കുഴി ചാടണമെങ്കിൽ ഈ മിടുക്കന്മാരൊന്നും ചാടില്ല, ഡ്യൂപ്പുകളെന്ന് പറയും. അതൊക്കെ അവരുടെ വീടും ചാടിയാണ്. ഇപ്പൊ ഈ 3-ാം നിലയുടെ മുകളിൽ നിന്ന് ചാടി മറിഞ്ഞ് കുളത്തിൽ ചാടി അവിടുന്ന് ഓടിപ്പോണെങ്കിൽ ഡ്യൂപ്പൊന്നും വേണ്ട. അപ്പൊ എന്തായിരിക്കും എന്റെ കാര്യം? വേറൊരു കാര്യം ഞാൻ പറയുന്നത്, പിന്നെ ഈ വിയറ്റ്നാം കോളനിയിൽ നമ്മുടെ ഇന്നസെന്റ് പറഞ്ഞ പോലെ
ഈ ഇതിലും വലിയ ചാടിക്കിടന്നാണ് ഈ കെ ജോസഫ് എന്ന് പറഞ്ഞ മനോഭാവമാണ് അയാളുടെ. ഇമ്മ്യൂണിറ്റി ഒക്കെ അയാൾക്കുണ്ട്. അതിന് കാരണം ഈ രക്ഷപ്പെടുന്നതേ ഉള്ളൂ. മറ്റേ കേസിൽ രക്ഷപ്പെട്ടില്ല. ഇപ്പൊ അതിന് കുത്തിപ്പൊക്കിയിട്ട് മറ്റേ അപ്പീൽ പോകുന്നുണ്ട്. എവിടെ നടക്കാൻ പോകണം? പിന്നെ അത് മാത്രമല്ല, ഈ സമയത്ത് ഞാൻ ശ്രീരാം വെങ്കട്ടരാമനെ ഓർമ്മിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ചോര എടുത്തിട്ട് ബ്ലഡ് മാറ്റിയിട്ടുണ്ടാവും. ഏത് തരത്തിലെ ടെസ്റ്റ് ചെയ്താൽ എങ്ങനെ ഇയാൾ മുമ്പൊക്കെ ഉപയോഗിച്ചെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ജനങ്ങൾക്ക് സംശയിക്കാം. യഥാർത്ഥം എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു ടീമാ പോയിരിക്കുന്നു കേട്ടോ, ആ ഡാൻസ് ആഫേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുരേഷാണ് ചക്കുളത്തുകാവിൽ നിന്നാണ്. ശ്രീ സുരേഷ്, താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഈ ചില നടന്മാർക്ക് കുറിച്ച് നിരന്തരം ആരോപണങ്ങൾ ഉയരുന്നു, അല്ലെങ്കിൽ നിരന്തരം അവരുടെ പ്രതികരണങ്ങൾ തന്നെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നു. പക്ഷേ ഇവർക്കൊക്കെ വലിയ തരത്തിൽ ചെറുപ്പക്കാരായ ആളുകളുടെ ഒരു ആരാധന, ഒരു ഭാഗത്ത് സിനിമക്കാർ ഇവരെ അമിതമായി നൽകുന്ന പ്രോത്സാഹനം, മറുഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആളുകൾക്ക് സംശയാസ്പദമായ രീതിയിലേക്കുള്ള നീക്കങ്ങൾ. പണ്ട് ആദ്യത്തെ കൊക്കൈൻ കേസ് തന്നെ എടുത്തെങ്കിൽ ആ കേസ് പോലും തെളിയിക്കാനൊന്നും കഴിഞ്ഞിട്ടുമില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇതൊക്കെ ഈ പണത്തിന്റെ ആധിക്യമാണ്. ഇവരുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ പൈസയുണ്ട്. കാരണം ഇതിനൊക്കെ MDMA കണക്കുള്ള രാസലഹരിക്ക് എന്താ വില? ഇതൊക്കെ എവിടുന്ന? നമ്മുടെ പൈസയാണ്. അമിതമായിട്ട് പൈസ ഇവിടെ അവരുടെ കയ്യിലൊക്കെ കൊടുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇവരുടെയൊക്കെ സിനിമ ഇച്ചിരിയെങ്കിലും വിവരമുള്ള ആൾക്കാർ അത് ബഹിഷ്കരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് 1-2 പേര് ബഹിഷ്കരിച്ചുകൊണ്ടുന്നത് നഷ്ടമാകത്തൊന്നുമില്ല. അതിങ്ങനെ ഓടും. സാറിന് നിസ്സാര ഒരു ഉദാഹരണം ഞാൻ ഇന്നലെ ഉണ്ടായ ഇതുണ്ടോ, ഞാൻ തിരുവല്ല വരെ പോയി. എൻ്റെ അടുത്ത സ്ഥലമാണ്. തിരുവല്ല വരെ പോയി തിരിച്ച് എൻ്റെ സാധനം മേടിച്ച് തിരിച്ചു വരാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ 18 രൂപയുള്ളൂ ഓർഡിനറി ചാർജ്. എൻ്റെ കയ്യിൽ 16 രൂപയേ ഉള്ളൂ. ഞാൻ വിഷമിച്ചു പോയി. പരിചയമുള്ള ആരും കാണുന്നുമില്ല. അവസാനം ഞാൻ എന്ത് വരട്ടെ എന്ന് കരുതി ഇവിടെ വന്നിട്ട് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബസ്സിൽ കയറി. ഭാഗ്യത്തിനൊരു ലേഡി കണ്ടക്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു, മാഡം ഇന്ന പോലെ ഇത് 2 രൂപ കുറവാണ്. അവര് വളരെ അതിശയത്തിൽ കുറിച്ച് അതിനെന്താ സാറേ, കുഴപ്പമില്ല, എപ്പോഴെങ്കിലും തന്നാൽ മതി, തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ശരി, അങ്ങനെ നല്ല മനുഷ്യരും ലോകത്തൊക്കെ ഉണ്ട്. നമ്മുടെ മഹാഭൂരിപക്ഷം മനുഷ്യരും അങ്ങനെയൊക്കെയാണ്. ഇവരെ പോലെയുള്ള ആളുകളല്ല എന്തായാലും നമ്മുടെ സമൂഹത്തിലൊക്കെ ജീവിക്കുന്നത്. സോയയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീമതി സോയ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ സാർ. നമസ്കാരമുണ്ട്. നമസ്കാരം. പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ്? കേട്ടില്ല. സോയയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടായെന്ന് തോന്നുന്നു. കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, ഈ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള നടന്മാർക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമല്ല, ഈ സമാനമായ അവസ്ഥയിലുള്ള പല ആളുകൾക്ക്, ഇവർക്കൊക്കെ സമൂഹം ഒരു പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പ്രത്യേകമായ പ്രിവിലേജ് അത് എവിടെ നിന്നാലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഓടിപ്പോയ ഏതെങ്കിലും ഒരു സാധാരണക്കാരായ മനുഷ്യനായിരുന്നെങ്കിൽ അയാളെ ഓടിച്ചിട്ട് പിടിച്ച് ഇന്നലെ തന്നെ പിടിച്ച് അയാളെ സംവിധാനം ബാക്കി കാര്യങ്ങൾ പോലീസ് നീക്കിയേനെ. പക്ഷേ ഇത്തരക്കാർക്ക് എപ്പോഴും എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ടോ? നമസ്തേ സാർ. നമസ്കാരം സാറേ, ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഉദ്യോഗസ്ഥന്മാരും പിന്നെ വക്കീലുമാരും, ഇവർക്ക് ഈ നമുക്ക് അറിയാം, ഇപ്പൊ വക്കീലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികൾക്ക് എങ്ങനെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്താൽ ഇങ്ങനെ ഊരിപ്പോരാം. ഇതുപോലെ തന്നെ ഈ പൈസയ്ക്ക് വേണ്ടി ആർത്തിയോടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും വക്കീലുമാരും ആണ് ഇതിന്റെ പിന്നിൽ. പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് സാർ, നമ്മുടെ പാലക്കാട് DYSP ആയിട്ട് പോയി ചാർജ് ഏറ്റിട്ട് അവിടെ കഞ്ചാവ് തോട്ടം അനേകം വെട്ടിനിരത്തി അതിന് വനത്തിൽ അകപ്പെട്ട അദ്ദേഹത്തെ പോലെ നല്ല ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിയമിച്ചു കഴിഞ്ഞാൽ. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പുഷ്പരാജാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ പുഷ്പരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് ഈ ചിലർക്ക് മാത്രം ചില പ്രത്യേക പരിഗണനകളൊക്കെ എപ്പോഴും എല്ലായിടത്തും ഒന്നും കിട്ടാറുണ്ടോ? സാറേ, ഞങ്ങളുടെ നാട്ടിൽ സന്തോഷം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. അപ്പൊ അനുസ്മരണ സമ്മേളനത്തിൽ ചെന്നപ്പം കരുനാഗപ്പള്ളി എക്സൈസ് ഓഫീസർ ആദ്യം പ്രസംഗിച്ച എന്തുവാണെന്നറിയോ? ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടക്കാരെയും MDMA കച്ചവടക്കാരെയും പിടിക്കപ്പെടാൻ ഇൻഫർമേഷൻ കൊടുക്കുന്ന യുവാവായിരുന്നു സന്തോഷ്. പക്ഷെ നിങ്ങളുടെ എല്ലാ ചാനലുകളിലും അവൻ ഗുണ്ടയായിരുന്നു. അവൻ ഒരു പെറ്റി കേസിൽ മാത്രമേ പ്രതിയായിട്ടുള്ളൂ. അവൻ കാപ്പ നിയമപ്രകാരം അവൻ പ്രതിയല്ല. ആ സന്തോഷിനെ കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ മയക്കുമരുന്ന് സംഘങ്ങളാണ്. അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആയിരക്കണക്കിന് വക്കീലന്മാരാണ് ഇന്ന് കരുനാഗപ്പള്ളി കോടതിയുടെ പരിസരത്തുള്ളത്. പക്ഷേ പ്രമോദ് ഉൾപ്പെടെയുള്ള വക്കീലന്മാര് ഈ സന്തോഷിന്റെ കാര്യം പ്രസംഗിക്കുമ്പം ഞങ്ങളെ എല്ലാം കണ്ണിൽ നിന്ന് കണ്ണീര വന്ന്, എന്തും വേണ്ടി ആൾക്കാരാണ് സാർ. ഞങ്ങളുടെ കുട്ടികൾ സുരക്ഷിതമായി കരുനാഗപ്പള്ളിയിൽ പഠിക്കുന്നത് സന്തോഷിനെ പോലുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ആ സന്തോഷ് കൊല്ലപ്പെട്ടതോടി അവർ വിചാരിക്കുന്നത് എല്ലാം കഴിഞ്ഞെന്നാ. പക്ഷെ ഞങ്ങളെ പോലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് സാർ. അവനെ വീട് കയറി കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ
ഈ ഗുണ്ടാ സംഘങ്ങളിലായ മയക്കുമരുന്ന് ശരി, കച്ചവടക്കാരായിരുന്നു. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അത് അവിടെയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് കൂടുതൽ. എന്തായാലും നമുക്ക് ഇതിലെ യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നമസ്കാരം സാർ, എത്ര പ്രാവശ്യം ഷൈൻ ടോം ചാക്കോയും കൂട്ടരെയും പിടിച്ചതാണ്? പോലീസിൻ്റെ അനാസ്ഥയല്ലാതെ പിന്നെന്താണ്? എവിടെ ചെന്നാലും മദ്യവും മയക്കുമരുന്ന് സുലഭം, ജനങ്ങൾ അനുഭവിച്ചേ പറ്റൂ എന്ന് പറയുന്നു. ജയകുമാറാണ്. ഷിജു കിരിയത്ത് പറയുന്നു, ഷൈൻ ഈസ് എ പ്രിവിലേജ് ഗായ്, നത്തിങ് വിൽ ഹാപ്പൻ എന്ന് പറയുന്നു. ഷിജു കിരിയത്ത് തന്നെ പറയുന്നു, MDMA വില കുറയ്ക്കാൻ ഷൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. തമാശയായിട്ട് എഴുതിയതാണെങ്കിലും അസോസിയേഷൻകാർ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞതല്ലല്ലോ ഇന്ന് പറയുന്നതെന്ന് ജയകുമാർ ചോദിക്കുന്നുണ്ട്. വ്യത്യസ്തമായ മറ്റു ചില ആളുകളൊക്കെ നമസ്കാരമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സന്തോഷാണ് വെള്ളേരിക്കുട്ടിൽ നിന്ന്. ശ്രീ സന്തോഷ്, ഈ ചില ആളുകൾക്ക് എല്ലാ കാര്യത്തിലും ചില പ്രത്യേക പ്രിവിലേജ് കിട്ടുന്നുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. ഇത് ഈ ലഹരി നമുക്ക് കേരളത്തിൽ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് ചെറുപ്പക്കാരും ഈ സിനിമാ മേഖലയിലും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നിർത്തലാക്കണമെങ്കിൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കാതെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് പുറം രാജ്യത്തു നിന്നാണ് ഈ വക സാധനങ്ങൾ വരുന്നത്. ഞാൻ മദ്യം കഴിക്കുന്ന ആളല്ല, പുകവലിക്കുന്ന ആളല്ല. കേന്ദ്ര ഗവൺമെന്റ് മാത്രം പോരാ, സംസ്ഥാന ഗവൺമെന്റ് എല്ലാവരും വിചാരിക്കണം. സംസ്ഥാനമല്ല, ഇത് കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രമേ ഇത് കർശനമായിട്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റൂ. അങ്ങനെയല്ല ശ്രീ സന്തോഷ്, ഇപ്പം ഈ പുറത്തുനിന്ന് വരുന്ന ലഹരിയുണ്ട്, ഇന്ത്യയിൽ തന്നെ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആളുകൾ. ഈ രാസലഹരിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അതുപോലെ അങ്ങനെ ഏതെങ്കിലും ഒരു സർക്കാർ മാത്രമല്ല, എല്ലാ സർക്കാരുകളും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ലഹരിയുടെ പലപ്പോഴും പിടിക്കപ്പെടുന്നതൊക്കെ ഈ ലഹരിയുടെ ചില കണ്ണികളെയാണ്. ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ചില ആളുകളൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വലിയ ആളുകളെയൊക്കെ. ആലപ്പുഴ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നു എന്ന് പറയുന്നു. ആ സ്ത്രീക്ക് 2 കോടി രൂപ എടുക്കാൻ ശേഷിയില്ലാത്ത ഒരാളാണ്. വീട്ടിൽ അയലത്ത് കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാണ് അവർ അമ്മയുടെ മരണം കഴിഞ്ഞ് പോയതെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീ 2 കോടി രൂപയുടെ സാധനം കൊണ്ട് വരണമെങ്കിൽ അവർക്ക് വേണ്ടിയല്ല, അവർക്ക് കാരിയറാണ്, അവർക്ക് വലിയ ഫീസ് കിട്ടുമായിരിക്കും. പക്ഷെ ആർക്ക് വേണ്ടിയാണ് എന്നതൊക്കെ അല്ലേ അന്വേഷിക്കേണ്ടത്? അത്ര ആളുകൾക്ക് ഈ പരിഗണന കിട്ടുന്നുണ്ടെന്നുള്ളതാണ് വിഷയം. അതെ, ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവരുടെ കൂടെ ഉള്ളതായിട്ട് എനിക്കറിയാം, നേരിട്ടറിയാം. ഞാനിത് ഉപയോഗിക്കുന്ന ആളുമല്ല, ഇത് കണ്ടിട്ടുമില്ല MDMA. ശരി, ഓക്കെ ഓക്കെ. ഗ്രാമിന് 4000 രൂപയാണ് ഇതിന് വില എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കർശനമായി നിയന്ത്രിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് സതീഷാണ്. ശ്രീ സതീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിലെ പുതിയ തലമുറ ആരാധിക്കുന്ന നടന്മാരുടെ പലചരരുടെയൊക്കെ അവരുടെ ഏത് തരത്തിലാണ് ഇവർക്കൊക്കെ ഇത്രയേറെ ആരാധകരുണ്ടാകുന്നത് എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലേക്കാണ്. അല്ലെങ്കിൽ അവർക്കൊക്കെ വലിയ ഫോളോവേഴ്സാണ് അവർക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കമുള്ളത്. അവരെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ആളുകൾ പരസ്യമായിട്ടടക്കം രംഗത്ത് വരുന്നു. അവർ ചെറുപ്പക്കാരായ പിള്ളേർ പരസ്യമായി രംഗത്ത് വരുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് സിമ്പിളായിട്ട് ഞാൻ പറയാം. ഷൈൻ ടോം ചാക്കോയ്ക്ക് മാത്രമല്ല, ഇവിടെ വലിയവർക്കെല്ലാം തന്നെ പ്രത്യേക ഒരു പരിഗണന, ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് വളരെ നിസ്സാരമായിട്ട് എടുക്കേണ്ട ഒരു സംഗതിയല്ല. ഇത് ഒരു നാർക്കോട്ടിക് ശൃംഖലയാണ്. ഇവിടെ സെക്കൻഡിനകം ഓരോ ചെറിയൊരു കേസിന്റെ പോലും പ്രതികളെ കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ വിരോധാഭാസം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിനെതിരെ പല സംഘടന ഇപ്പം പ്രതികരിച്ചിട്ടുണ്ട്. അത് ആർക്കെതിരെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എനിക്ക് അല്ലാതെ കൂടുതലായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. ബിനോയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു ശക്തമായ നടപടി സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? കിരണേ, നമസ്കാരം. തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കാരണം 2015 നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തൊരു കേസുണ്ട്. എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്നും ഇദ്ദേഹത്തിനെ കൊക്കൈനുമായിട്ട് പിടിച്ചത്. പക്ഷെ അവിടെ സംഭവിച്ചത് വ്യക്തമായി നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. പോലീസ് റിപ്പോർട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് കൊടുത്തത്. അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് പറഞ്ഞ് ഈ 2025 ഫെബ്രുവരി 11 കോടതി അദ്ദേഹത്തിനെ വെറുതെ വിട്ടു. അപ്പൊ അന്ന് വെറുതെ വിട്ടിട്ട് പോലും വീണ്ടും അത് കോടതിയിലോട്ട് വീണ്ടും അഫിഡവിറ്റ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായില്ല. ഇന്നലെ ഏതോ ഒരു മാധ്യമത്തിൽ പറയുന്നു വീണ്ടും ആ കേസുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഒരിക്കലും അവർ പോകുന്നില്ലെന്ന് മാത്രമല്ല, അന്ന് ശ്രീ ബിനോയ്, അത് അന്ന് കേസെടുത്ത കാലത്തെ പോലീസുകാർ നടത്തിയ ചില ഇടപെടലുകൾ, അല്ലെങ്കിൽ അത് ബോധപൂർവമോ അല്ലാതെ ഒക്കെ നടത്തിയതാണ്. എങ്ങനെയായാലും അങ്ങനെ ചില ഇടപെടലുകളൊക്കെയാണ് രക്ഷപ്പെടാൻ കാരണമെന്നാണ് കോടതി അവസാനം കണ്ടെത്തിയത്. അല്ല, അതാ പറഞ്ഞ കൃത്യമായി അവരുടെ ആ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളുടെയും അവരുടെ ഒന്നും മൊഴി കറക്റ്റായിട്ട് കൊടുത്തില്ല. അത് കറക്റ്റായിട്ട് കൊടുക്കാത്തത്
ആ സമയത്തുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പമാണ്. ആ കുഴപ്പം എന്ന് പറയുന്നത് സർക്കാരിന്റെ കുഴപ്പമാണ്. ഇപ്പൊ പോലീസുകാരായിട്ടല്ല, സർക്കാരിന്റെ അതായത് സർക്കാർ ഇതിനെ ഒന്ന് നിരുത്സാഹപ്പെടുത്തുന്നില്ല. പിന്നെ കിരൺ തന്നെ പറഞ്ഞ കണക്ക് സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് ഒരു പരിഗണന കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം നമ്മൾക്ക് എല്ലാവർക്കും പോകുന്നുണ്ട്. കാരണം ഈ ശരി, സമൂഹത്തിൽ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ചില ആളുകൾക്ക് പ്രത്യേകമായ ഒരു പരിഗണന അതിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നാലും സിനിമയുടെ മറ്റ് നിർമ്മാതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നാലും സിനിമാ മേഖലയുടെ ഭാഗത്തു നിന്നാലും ഈ പുതിയ തലമുറയുടെ ഭാഗത്തു നിന്നാലും ഒക്കെ അങ്ങനെ ഒരു ചില പ്രത്യേക പ്രിവിലേജ് ചിലർക്ക് കിട്ടുന്നുണ്ടോ? അല്ല, അതിൽ കാര്യമുണ്ട് സാറേ. അതിൽ വേറൊന്നുമല്ല, ഈ ആ മേഖലയിൽ ഇത് ഉപയോഗിക്കുന്ന 99% പേരൊക്കെ ഈ സാധനം വിതരണം ചെയ്തത് യവനും ആ പാർട്ടി എന്ന് പറയുന്ന അവനുമാണ്. നമുക്ക് അങ്ങനെ നമ്മുടെ കയ്യിൽ തെളിവില്ലാതെ ശ്രീ ഉണ്ണികൃഷ്ണൻ അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല. അല്ല, ശ്രീ ഉണ്ണികൃഷ്ണൻ, അത് അവരാണ് വിതരണം ചെയ്തത് എന്നൊക്കെ പറയാൻ എന്റെ കയ്യിലോ താങ്കളുടെ കയ്യിലോ തെളിവില്ല. നമുക്ക് ഇതിനെതിരെ പറയാം, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ വിതരണം ചെയ്ത അവരാണ് എന്ന് പറയുന്നതിന് നമ്മുടെ തെളിവില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. സാറ് പിന്നെ നിങ്ങൾ എഴുതി കാണിച്ചോണ്ടിരിക്കുന്ന ഞങ്ങളെ സ്ഥലത്ത് നടന്ന സംഭവം നിങ്ങളിപ്പോ കാണിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലേ? അത് ഇതിനെതിരെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചൊരു ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണ് സാറേ എന്ന് വിളിച്ച് പറഞ്ഞ ഒരു പയ്യനാണ് ഇന്നലെ വൈകുന്നേരത്ത് അവന്റെ ചേട്ടനെയും കൂടെ വെട്ടിപ്പിടിത്തളഞ്ഞത്. അതും കണ്ണാങ്കുണ്ണി പിള്ളേരാണെന്നുള്ളതോടെ മനസ്സിലാക്കണം. നല്ല സാമ്പത്തികമുള്ള വീട്ടിലെ പിള്ളേരാണ് ഈ ചെയ്തതെന്ന് കൂടെ ആലോചിക്കണം. ഇവന്മാര് ഒരു ജോലിക്കും പോവാതെ ഇവര് ഒരു പിന്നെ 10-15 എണ്ണം ഒരു കോളനി കേന്ദ്രീകരിച്ചാണ് എല്ലാ ദിവസവും അവിടെ പിന്നെ ഒതുങ്ങിയാണ് അവന്മാര് ഒരു കോളനിയിലാണ് അവന്മാർ അവിടെ തമ്പടിക്കണത്. ഈ പോലീസുകാരൊക്കെ ആ കോളനിയിൽ റെയ്ഡ് നടത്തിക്കൂടെ? അവിടെ നിന്നാണ് ഇന്നലെ വന്ന് സംഘം ചേർന്ന്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. അത് അറിഞ്ഞാൽ തന്നെ ഈ സംഘടനയൊന്നും നടപടിയെടുക്കില്ല, പകരം സംരക്ഷിക്കുന്നു. ചിലർക്ക് എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്ന് സുനിമോൾ പറയുന്നു. സെബാസ്റ്റ്യൻ ചിറമേൽ കുറെ കൂടി താങ്കളുടെ അഭിപ്രായം ഒക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടി മാന്യമായ ഭാഷയിൽ അങ്ങനെ മറുപടി എഴുതിയാൽ നമുക്കത് വായിക്കാൻ കഴിയും. അല്ലെങ്കിൽ എനിക്കും താങ്കൾക്കും അത് മോശമാണ്, അതുകൊണ്ടാണ് അത് വായിക്കാത്തത്. കുറെ കൂടി നന്നാവാൻ ശ്രമിക്കൂ. എന്തായാലും മറ്റു ചില ഇത് കൂടി എഴുതിയിരിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്കറിയില്ല, അതുകൊണ്ടാണ് അത്തരം ചില കമൻറ്റുകൾ ഒഴിവാക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാല് ഈ ഷൈൻ ടോം ചാക്കോന്റെ മുഖം കണ്ടാൽ തന്നെ അതായത് ഇത് തലച്ചോറ് ബന്ധുവോ മറ്റുള്ള രോഗങ്ങൾ മറ്റുള്ള പലതരത്തിലുള്ള രോഗങ്ങളും വരുമല്ലോ, ഇന്റേണൽ ഡിസീസ് എല്ലാം വരും, സൈക്കോളജിക്കൽ പ്രോബ്ലം. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി അന്ന് തന്നെ വിട്ടത് തന്നെ പോലീസിന്റെ ഇത് ശരിക്കുള്ള തെളിവില്ലായിട്ട് എന്നാ പറയുന്നത്. ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ എല്ലാ റെസ്പെക്ട് ഹോണറബിൾ കോടതിയോട് ഒന്ന് പറയുന്നു. അതായത് പ്രാക്ടിക്കലായിട്ട് കുറെ മനസ്സിലാക്കണം. ശബരിമല വിഷയം, സൗമ്യ കേസിന്റെ വിഷയം, ഗോവിന്ദസ്വാമിജിയിലും കണ്ട പ്രാക്ടിക്കലായി ബഹുമാനപ്പെട്ട കോടതി ശ്രീ ദിവാരൻ, കോടതിക്ക് എപ്പോഴും കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകളാണ് പ്രധാനം. ആ തെളിവുകൾക്ക് അതിന്റെ പ്രൊസീജിയർ കൃത്യമായി പാലിച്ചോ, തെളിവുകൾ കൃത്യമായി വന്നോ എന്നാണ്. അതിനപ്പുറത്തേക്ക് കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതായാൽ പോലും കോടതിക്ക് തീരുമാനമെടുക്കുന്നതിന് നമ്മുടെ നിയമ സംവിധാനത്തിൽ എന്റെ പരിമിതികളൊക്കെ ഉണ്ട്. ശരി, ശ്രീ ജയദാസ് ആണ് പാലക്കാട് നിന്ന്. ശ്രീ ജയദാസ്, താങ്കൾ എങ്ങനെയാണ് ഇത്തരമൊരു വിഷയത്തെ, ഈ മാരകമായ രാസലഹരിയൊക്കെയാണ് ഈ ചെറുപ്പക്കാരായ ആളുകളിൽ നിന്ന് നിരന്തരം പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്? അവർക്കൊക്കെ പ്രചോദനമായി നിൽക്കുന്നത് ചില നടന്മാരോ അല്ലെങ്കിൽ അവരൊക്കെ ആരാധിക്കുന്ന സെലിബ്രിറ്റികളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണെന്ന് കാണുമ്പോൾ സ്വാഭാവികമായും ചെറുപ്പക്കാരായ കുട്ടികളും തോന്നും, അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നല്ലോ, അവർക്കൊക്കെ ഇതുകൊണ്ട് വലിയ നേട്ടമുണ്ടല്ലോ, നമുക്കും അതൊക്കെ ആവാം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഇതില് ഈ സിനിമാ മേഖലയില് മയക്കുമരുന്ന് എന്നുള്ളത് ഒരു ആഗോള വ്യാപകമായിട്ട് തന്നെ ഉള്ള സംഗതിയാണ്. നമ്മുടെ ഹോളിവുഡ് എടുത്താലും ബോളിവുഡ് എടുത്താലും മോളിവുഡ് എടുത്താലും ഉണ്ട്. ഇത് പിന്നെ പ്രത്യേക പ്രയോറിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഈ ചാക്കോനെ ഇതിന് മുന്നേ ഒരു കേസിൽ ഉൾപ്പെട്ടതാണ്. അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരം ആളുകളെ അതികർശനമായ രീതിയിൽ തന്നെ അടിച്ചൊതുക്കാൻ അല്ലെങ്കിൽ അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം ഉണ്ടാവേണ്ടതല്ലേ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന്? നമസ്കാരം സാർ. നമസ്കാരം. ഈ കാര്യത്തില് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള പോലീസ് സംവിധാനം ഉപയോഗിച്ച് ഫലപ്രദമായിട്ട് ഇതിനെ
നേരിടാൻ ഇപ്പോൾ ഉള്ള സംവിധാനം ഉപയോഗിച്ച് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ എവിടെയെങ്കിലും പരിശോധന നടത്തുന്നു ഉള്ളതുകൊണ്ട് കാര്യമില്ല. അത് വ്യാപകമായിട്ട് ഇപ്പൊ ഈ പോലീസിന്റെ കൈവെള്ളയിലായിരിക്കണം കാര്യങ്ങൾ. ആ നിലയിലുള്ള ഒരു ഇന്റലിജൻസ്, അതായത് ഷാഡോ പോലീസ് സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞ് എവിടെയെങ്കിലും പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടും എന്നുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഇതിന് ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുള്ളൂ. അതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി കിടക്കേണ്ടതുണ്ട്. പീതാംബരനാണ് പള്ളുരുത്തിൽ നിന്ന്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് പറയാം. ഹലോ, പറഞ്ഞോളൂ. അതെ, ഇതിപ്പോ ഒരു ആഗോള പ്രതിഭാസേ ഇത് ഒരു പരിധിവരെ നമ്മളുടെ ഇതിന്റെ ഉത്തരവാദിത്വം ഇവിടെ പോലീസിനും നമ്മുടെ എക്സൈസ് വിഭാഗത്തിനുമാണ്. ഈ പൈസയോടുള്ള അതിർത്തി കൊണ്ടാണ് അവരിവരെയൊക്കെ ചെറിയ വകുപ്പുകൾ ചുമത്തിവിടുന്നത്. ബഹുമാനപ്പെട്ട കോടതികൾക്കൊരു കാര്യം ചെയ്യാം. ഇവരാളെ പിടിച്ചു കഴിഞ്ഞാൽ എന്തിനും ജാമ്യം കൊടുത്തു വിടുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കോടതിക്കുള്ളത്. വക്കീലന്മാർ പറഞ്ഞാലും അതിന്റെ നിയമവശങ്ങൾ നോക്കി കോടതിക്ക് ചെയ്യാമല്ലോ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കോടതിക്ക് എപ്പോഴും അതിന്റെ നിയമവശങ്ങൾ നോക്കിയാണ് കോടതി തീരുമാനങ്ങൾ എപ്പോഴും എടുക്കുന്നത്. അല്ലാതെ കോടതിക്ക് ഒരു പൊതുവികാരം കണ്ടു ഇതുകൊണ്ട് പൊതുവായ വികാരം അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുന്ന സംവിധാനമല്ല നിയമ സംവിധാനം എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, എന്താണ് ഈ തലമുറയ്ക്ക് സംഭവിക്കുന്നത്? ഞാൻ ഈ കുറച്ചു കാലം ഒരു 3-4 വർഷക്കാലം എന്നെ നല്ല ചെറുപ്പത്തിൽ ഞാൻ ഒരു ലഹരി വെച്ചുപോയ ആളാണ്. കാരണം ഞാൻ 4 കൊല്ലക്കാലം ഈ കഞ്ചാവ് സാധനം ഞാൻ എന്റെ കൂട്ടുകാരോടെ കൂടിയിട്ട് രാത്രി 8 മണിക്ക് എന്റെ നാട് കാക്കയങ്ങാടാണ്, മുളക്കുന്നാട്. കാക്കയങ്ങാടിന് രാത്രി 7 കിലോമീറ്റർ ദൂരം നടന്നിട്ട് ഇരുട്ടി പോയിട്ട് കാണാമായിട്ടുണ്ട്. അത്ര മാരകമായ ലഹരി. അവസാനം ഞാൻ തന്നെ സ്വമേധയാ നിർത്തിയാണ്. ഇപ്പോ നമ്മുടെ ഈ നിയമത്തിലെ കരാറായി കാണിക്കുന്നത് 10 കൊല്ലം മുന്നേ കുട്ടീനെ കൊക്കയിലുമായിട്ട് 4 ദിവസത്തോടൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കേസ് ഒന്നും വരാതാക്കി. പോലീസുകാരെ ഉത്തരവാദി. കാരണം പോലീസ് നിങ്ങളെ ഈ ആൾക്കാരുണ്ട്. ഇപ്പൊ തന്നെ കുട്ടിക്ക് പോലീസിനെ എവിടെ കിട്ടുന്ന പറഞ്ഞത് ചാടി പോകാറില്ല. അതുകൊണ്ട് നിയമം കർശനമാക്കാതെ ഇതൊക്കെ മാറി, അല്ലെ യുവതലമുറ നശിച്ചു പോകും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അത്തരത്തിലേക്ക് ഉള്ള കർശനമായ നടപടികളാണ് ഉണ്ടാവേണ്ടത് എന്നുകൂടി പറയുന്നത്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, ഈ ഇത്തരത്തിലേക്കുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും വലിയ ആരാധകരൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവരെക്കുറിച്ചൊക്കെ പലതരത്തിലേക്കുള്ള വലിയ വിഷയങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും അവർക്കൊപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? മയക്കിന്റെ മരുന്നല്ലേ വിഷയം ശരിക്കും പറഞ്ഞാല്? അതെ, ഹലോ, പറഞ്ഞോളൂ. അപ്പൊ ഈ പോലീസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പോലീസ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നാളെ പ്രതിപക്ഷ നേതാക്കന്മാർ പോലീസിനെതിരെയാണ് നീങ്ങുന്നത്. അപ്പൊ പോലീസ് എന്ത് ചെയ്യേണ്ടത്? പോലീസ് നോക്കുകുത്തിയാക്കാൻ പറ്റില്ല. അവർക്ക് ഇടപെടേണ്ടത് ഇടപെടും. പക്ഷെ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം മലപ്പുറത്ത് ജില്ലയില് ഒരു പയ്യനെ പിടിച്ചപ്പോ അവിടുത്തെ എല്ലാവരും ആ പോലീസിനെതിരെയാണ് നീങ്ങിയത്. മയക്ക് കഴിച്ചിട്ട് ഓർമ്മ ഉണ്ടാവും അല്ലെ? കൊലപാതകം നടന്നു തന്നെ പോലീസ് കൊന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ശ്രീ സൂപ്പി, അത് ഏതെങ്കിലും ഓരോ വിഷയത്തിന്റെ മെറിറ്റും ഒക്കെ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ മെറിറ്റ് ഇല്ലാത്ത വിഷയങ്ങളിലും അത്തരം പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നടപടിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എപ്പോഴും കാണിക്കേണ്ടത് തന്നെയാണ്. അതിനകത്ത് മറ്റുള്ളവരെ എതിർക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നടപടിയെടുക്കില്ല എന്ന് പറയുന്നത് ഒരു ന്യായമൊന്നുമല്ലല്ലോ. അത് എല്ലാവർക്കും ഉത്തരവാദിത്തം. പ്രതിപക്ഷ കക്ഷികളും കൂടി അല്ല, പ്രതിപക്ഷ കക്ഷികൾക്ക് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. പ്രതിപക്ഷ കക്ഷികൾ അങ്ങനെ പറയുന്നതുകൊണ്ട് ഞങ്ങൾ പോലീസ് ചെയ്യില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. അത് ഒരു ഒഴിഞ്ഞു മാറാൻ വേണ്ടിയുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാൻ പോലീസിനെ കൂടെ നീങ്ങിയാ പിന്നെ എന്താ ചെയ്യാ? അതുകൊണ്ട് പിന്നെ കോടതി തന്നെ ഇതിന് കോടതിയൊന്നും അല്ലല്ലോ. പോലീസുകാർക്ക് ചെയ്യേണ്ട ജോലികൾ പോലീസുകാർ ചെയ്യണ്ടേ, അല്ലാതെ അതിനെല്ലാം മറ്റൊരു ചെയ്യും. പോലീസ് പിടിച്ചുകൊണ്ട് കൊടുത്താല് പോലീസ് പിടിച്ചുകൊണ്ട് കൊടുത്താൽ കോടതി വെറുതെ വിടുന്ന പറയുന്നതിൽ ഒരു അർത്ഥമില്ല ശ്രീ സൂപ്പി. കോടതിയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ പ്രൊസീജിയർ എല്ലാം പാലിച്ചാണ് ചെയ്യുന്നതെങ്കിൽ കോടതി കൃത്യമായി ചെയ്യും. ഇന്ത്യൻ നിയമ സംവിധാനം മോശപ്പെട്ട ഒരു നിയമ സംവിധാനമല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കേസ് തയ്യാറാക്കുന്നവരോ വാദിക്കുന്നവരുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളെല്ലാം ഇത് കോടതിയുടെ വീഴ്ചയാണ്. അതുകൊണ്ട് കോടതി ഇതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശരിക്കും നമ്മളെ ഇന്ത്യയിൽ നിയമങ്ങൾ ശക്തമാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. നിയമത്തൊക്കെ ശക്തമാണ് ശ്രീ സൂപ്പി. ആ നിയമം ശക്തമാക്കാൻ തന്നെ ഇതൊക്കെ നടപ്പാക്കുന്ന ആളുകളുടെ കുഴപ്പം കൂടിയാണ് ഇതിനകത്ത് പ്രധാനമായി നിൽക്കുന്നത്. നമുക്ക് ചില മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടല്ലോ.
പക്ഷെ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ആണ് എന്റെ ശരി, ഓക്കെ. എന്തായാലും ശ്രീ മോഹനൻ ES പറയുന്നു, പോലീസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന വിഭാഗത്തിന് ഒന്ന് മനസ്സ് വെച്ചാൽ തീർക്കാവുന്ന പ്രശ്നമേ ഇതൊക്കെ ഉള്ളൂ എന്ന് പറയുന്നു. അത് ശരിയാണ്. ശ്രീ മോഹൻ ECയുടെ അഭിപ്രായം വളരെ ശരിയാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിനൊക്കെ ഇത്തരം വിവരങ്ങളൊക്കെ കിട്ടാൻ വലിയ പ്രയാസം ഉള്ള ഒരു സംവിധാനമല്ല. കേരളത്തിലെ പോലീസ് ശക്തമായ പോലീസ് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ആ ശക്തി എല്ലാ ഘട്ടത്തിലും എല്ലാവർക്കെതിരെ ഉപയോഗിക്കാറില്ല എന്നുള്ളിടത്ത് മാത്രമാണ് പലപ്പോഴും വിമർശനങ്ങൾ ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ കേരളത്തിലെ പോലീസിൻ്റെ കഴിവ് കുറവല്ല പ്രധാന വിഷയം. ചില സ്ഥലങ്ങളിൽ ആ കഴിവ് അവർ ബോധപൂർവമോ അല്ലാതെയൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നു എന്നുള്ളിടത്താണ് പരാതികൾ ഉയരുന്നത്. നാട്ടിൻപുറങ്ങൾ വലിയ തോതിൽ അനധികൃത മദ്യവിൽപ്പന കാണുന്നുണ്ട്, ബന്ധപ്പെട്ടവരെ അറിയിച്ചാൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന് ശിവപ്രകാശ് പറയുന്നു. ശിവപ്രകാശ്, തീർച്ചയായും അത് എക്സൈസിനൊക്കെ അറിയിച്ചാൽ ഇപ്പം റെയ്ഡ് തന്നെ അതിൻ്റെ പ്രത്യേകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പായും നടപടി ഉണ്ടാവും. അങ്ങനെയുണ്ട്. നിയമം നടപ്പാക്കേണ്ട ഏജൻസികൾ കാര്യക്ഷമത കാണിക്കണമെന്നും ശിവപ്രകാശ് പറയുന്നു. ഷൈന് ഒളിമ്പിക്സ് മെഡൽ വിട്ടാൽ ചാട്ടത്തിന് പ്രൈസ് കിട്ടും എന്നൊക്കെ ചിലർ കളിയാക്കുന്നുണ്ട്. എന്തായാലും ചില സമയത്ത് പോലീസിനെ കണ്ടപ്പോൾ ഓടിച്ചാടിയതാണ്. അത് ഇന്നലെ ആ ഷീറ്റ് പൊട്ടിയായിരുന്നെങ്കിൽ ഇന്ന് മറ്റു തരത്തിലൊക്കെ ആയനെ. ഒരു ഷീറ്റ് പൊട്ടാതിരുന്നത് കൊണ്ട് അയാൾക്ക് ആ തരത്തിൽ അപകടം ഉണ്ടായില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ ചർച്ച നമ്മൾ കൊണ്ടുപോകുന്നത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടാണ്, ഉപരിപ്ലവമായിട്ടാണ്. അതുപോലെ ഡീപ്പായിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ശരി, താങ്കൾ ഡീപ്പായി പറഞ്ഞോളൂ. പിന്നെ വിളിക്കുന്നവർ സംസാരിക്കുമ്പോൾ അതിൽ കൂടുതൽ സമയം നിങ്ങളാണ് സംസാരിക്കുന്നത്. വിളിക്കുന്നവർക്ക് പറയാൻ 1-2 സെൻറ്റൻസ് പറയുമ്പോൾ താങ്കൾക്ക് കൂടുതൽ സമയം തരാം, താങ്കൾ ഡീപ്പായി പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, 2-3 ആഴ്ച മുമ്പാണ് നമ്മുടെ ലോക്സഭയിൽ മന്ത്രി വെളിപ്പെടുത്തിയത് ഇന്ത്യയിലെ പോർട്ട് വഴി കടത്തിയ മയക്കുമരുന്നിന്റെ അളവ്, അതായത് 11,131 കോടി രൂപയുടെ 11,131 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇന്ത്യയിലെ തുറമുഖം വഴി കടത്തിയതായിട്ട് പറഞ്ഞു. അത് പിടിച്ചതായിട്ട് പറഞ്ഞു. ഏതാണ്ട് 19 കേസ്. അതിൽ ഏറ്റവും കൂടുതൽ കടത്തിയിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ രാജ്യത്തുള്ള നാട്ടിലുള്ള ഗുജറാത്തിലെ അദാനിയുടെ പോർട്ട് വഴിയാണ്. അദാനി പോർട്ട് വഴിയാണ് ഏറ്റവും കൂടുതൽ പിടിച്ചേക്കുന്നത്. അതേസമയത്ത് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും പോർട്ടിൽ ഇങ്ങനെ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഒന്നും പിടിച്ചതായിട്ടൊരു വാർത്ത ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം, കാരണം നിങ്ങളാണല്ലോ കൂടുതൽ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നത്. എന്റെ ശ്രദ്ധയിൽപ്പെട്ട അത് തന്നെയാ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്ക് കേരളത്തിന് മാത്രമായിട്ടൊരു ഇതിലൊന്നും പെടാത്ത ഒരു തുരുത്തായിട്ട് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ നടക്കുന്നതിലെ ഒരു ഭാഗം താങ്കൾ പറഞ്ഞത് ഇത്രയും കാലം പറഞ്ഞതൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അടുത്ത പറയട്ടെ, പറഞ്ഞു. ഞാൻ പ്രധാന പോയിന്റിലേക്ക് വന്നില്ല. അങ്ങനെ വേണമെന്നില്ല പറയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ കേരളത്തിലല്ല ഇത് ഏറ്റവും കൂടുതൽ, പക്ഷെ അതിന്റെ ഒരു ഛായ കേരളത്തിൽ വന്നിരിക്കും. ഇനി മലയാള സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മലയാള സിനിമ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഡീസന്റായ അന്തസ്സായ സിനിമാ മേഖലയായിരുന്നു ഒരു കാലത്ത്. നമുക്കറിയാമല്ലോ, അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് ഏറ്റവും സൂപ്പർ സ്റ്റാർ, അന്ന് സൂപ്പർ സ്റ്റാർ ആരൊക്കെയാ? നമ്മുടെ പ്രേം നസീറും സത്യനും അതുപോലുള്ള ആൾക്കാരാ നമ്മൾ വായിച്ചു. അവിടെയൊക്കെ അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരേപോലെ തൊഴിലാളിക്കും സൂപ്പർ സ്റ്റാറിനും ഒരേ രീതിയിലുള്ള ജീവിതമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത് ഷൂട്ടിംഗ് സ്ഥലത്ത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ അവിടെ കാശ് കൂടി. അപ്പൊ താങ്കളെ വിഷയത്തിലേക്ക് ഡീപ്പായി പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് താങ്കൾ ആ കാര്യത്തിലേക്ക് അങ്ങോട്ട് തന്നെയാ വരുന്നേ. അല്ല, വേഗത്തിൽ വരണം, അടുത്ത ആളൊക്കെ പോകണ്ടേ. അങ്ങനെ സംഗതി വന്നപ്പോഴേക്ക് ഇവർക്ക് ആൾക്കാർക്ക് ഒളിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം കൂടെ ഒരുങ്ങി അതിന്റെ കൂട്ടത്തിൽ തന്നെ. അപ്പൊ എന്ത് സംഭവിക്കുന്നത് എന്തുവാണ്? കൃഷ്ണൻകുട്ടി, അതൊന്നും അല്ല വിഷയം. ഇതിനകത്ത് ചോദ്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഈ അവിടെ ഗുജറാത്ത് പോർട്ടിൽ വരുന്നതും ഒക്കെ ശരിയാണ്, എല്ലായിടത്തും വരുന്നുണ്ട്. കേരളത്തിലും ഇവർക്കൊക്കെ പ്രിവിലേജ് കിട്ടുന്നുണ്ട്, അത് ശരിയല്ലേ? പ്രിവിലേജ് ഒന്നും കിട്ടുന്നില്ല. എന്താ പ്രിവിലേജ് കിട്ടുന്നില്ല താങ്കൾക്ക് തോന്നാൻ കാരണം? മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിന് തുല്യമായ ഒരു നടനെയല്ലേ അറസ്റ്റ് ചെയ്ത് കുറെ നാൾ ജയിലിലിട്ടത് കേരളത്തിലെ പോലീസും കേരളത്തിലെ സർക്കാരും ഒക്കെ. അങ്ങനെ ആർക്കും ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ കൃഷ്ണൻകുട്ടി, ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ, നിരന്തരമായ കേസുകൾ, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട മാരകമായ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ എത്ര പേരെ പിടിക്കുന്നെല്ലാം ഇങ്ങനത്തെ കണ്ണികളെ മാത്രമാണ്. ഇവിടേക്ക് എത്തിക്കുന്ന, വൻതോതിൽ എത്തിക്കുന്ന, കോടികളുടെ കണക്കിന് എത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ ഒന്നും പിടികൂടിയിട്ടില്ല. ഇക്കാര്യത്തിൽ എന്തായാലും ഇക്കാര്യത്തിൽ ചെയ്യുന്നില്ല എന്നല്ല, ഇക്കാര്യത്തിൽ ചില കാര്യത്തിൽ ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നിട്ടില്ല എന്നുള്ളതാണ് വിഷയം. ഒരു നുണയും പറയുന്നില്ല ശ്രീ കൃഷ്ണൻകുട്ടി. ഫലപ്രദമായി ചെയ്യാൻ ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്, ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊരു വാർത്താ ചാനലല്ലേ? അതെന്താണ്? ഞങ്ങൾ വാർത്താ ചാനലിലെ ഈ എല്ലാ ദിവസവും താങ്കൾ കണ്ടോണ്ടിരിക്കുകയല്ലേ? കേരളത്തിൽ എത്ര സ്ഥലത്ത് പിടിക്കപ്പെടുന്നു?
കേരളത്തിൽ നിന്ന് കേരളത്തിലെ പോലീസും അല്ലെങ്കിൽ എക്സൈസുകാരും ഒക്കെ കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിൽ പോയി ആൾക്കാരെ പൊക്കിക്കൊണ്ട് വന്ന കഥയൊക്കെ ഒന്ന് ശരി കഴിയില്ലേ? ശ്രീ കൃഷ്ണൻകുട്ടി വല്ലാതെ ന്യായീകരിക്കുമ്പോൾ കുറെ കൂടി ഇന്ത്യയിലെ ഏറ്റവും ഇതിനായിട്ട് ഏറ്റവും ശരി നന്നായിട്ട് സമ്മതിച്ചു ശ്രീ കൃഷ്ണൻകുട്ടി. പ്രവർത്തിക്കുന്ന എന്തായാലും താങ്കൾ സമ്മതിച്ചു, താങ്കളുടെ വാദങ്ങളൊക്കെ സമ്മതിച്ചു. താങ്കൾ ഏതാണ്ട് ഡീപ്പായി പറയാൻ പോവുകയാണെന്ന് പറഞ്ഞത് എനിക്ക് അതെ, താങ്കൾ ഞാൻ നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ല അല്ലല്ല ബാക്കി ശരി പറയാൻ. സമയം ഇതിൽ കൂടുതൽ സമയം ഒന്നും ഒരാൾക്ക് നൽകാൻ ഇതിൽ കൂടുതൽ സമയം ഒരാൾക്ക് നൽകാൻ കഴിയില്ല ശ്രീ കൃഷ്ണൻകുട്ടി. എന്തായാലും താങ്കളുടെ ശരി നടക്കട്ടെ. എന്തായാലും താങ്കളുടെ വിശ്വാസത്തിൽ ഏറ്റവും മഹത്തായ രീതിയിൽ നടക്കുന്ന അങ്ങനെയൊന്നുമല്ല, കേരളത്തിൽ നടക്കുന്നില്ല എന്നല്ല ഞങ്ങളും പറയുന്നത്. കേരളത്തിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ നിന്നൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്, അതിനൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ ചില ആളുകൾക്ക് ചില പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട് എന്നുള്ളത് സംശയം ഒന്നുമില്ലാത്ത കേസാണ്. ഇതിൻ്റെയൊക്കെ ഡീപ്പായി പോയി പിടിക്കാൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ ആ തരത്തിലേക്ക് കേരളത്തിൽ കൊണ്ടുവരുന്ന കാരിയറെ അല്ല പിടിക്കേണ്ടത്. എവിടുന്നാണ് ഇത് കേരളത്തിലേക്ക് വരുന്നത്? വൻതോതിൽ കോടികൾ ഇണങ്ങുന്ന ഈ മയക്കുമരുന്ന് ഏതെല്ലാം വഴികളിലാണ് ഈ സംസ്ഥാനത്തിനുള്ളിലേക്ക് വരുന്നത്? അതൊക്കെ പിടിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ മാത്രമേ ഈ തലമുറയെ രക്ഷിക്കാൻ കഴിയൂ. അല്ലാതെ രാഷ്ട്രീയം പറയാനാണെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയാം. അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ രാഷ്ട്രീയം വെച്ച് മാത്രം ന്യായീകരിക്കരുതെന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടിയോട് പറയാനുള്ളത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ശിവശ്രീയാണ് പിറവത്ത് നിന്നും. ശിവശ്രീക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതെ സാറ്, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫോർമർമാരെ വേണം നമ്മൾ ആദ്യം പിടിക്കാനായിട്ട്. അതിന്റെ ഈ സൈബർ ഫോറൻസിക്കാർ വെറുതെ ഇരിക്കുന്നതല്ലല്ലോ, അവർക്ക് ഈ ഫോണിലാണ് ഈ ഇല്ലീഗൽ ബിസിനസ് കൂടുതൽ നടക്കുന്നത്. അപ്പൊ ഫോണിൽ വഴിയാണ് ഇവരൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം. അതെ, ഇപ്പോൾ അങ്ങനെയാണ് പോലീസ് പലപ്പോഴും ആളുകളെയൊക്കെ പിടിക്കുന്നത്, ഫോൺ വഴി അല്ല, തന്നെയാണ്. കൂടുതലും ഇൻഫോർമേഷൻ കിട്ടി വഴിയാണ് കൂടുതലും. ഞാൻ കണ്ട ന്യൂസിൽ ഒരു 90% ഇൻഫോർമേഷൻ കിട്ടിയിട്ടാണ് പിടിക്കുന്നത്. ഈ ഫോൺ, ഈ ഷൈൻ ടോം ചാക്കോ ആണെങ്കിൽ കൂടെ ആ ഫോൺ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാവുന്നേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇൻഫോർമേഷൻ കിട്ടി ഫോൺ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയ ആളുകളെ പിടിക്കുന്ന കേരളത്തിലേക്ക് വരുന്ന വഴി അടക്കം എല്ലാം പൂർണ്ണമായും അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺജി. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ഈ സർക്കാർ വക ബിവറേജസ് മദ്യം സുലഭമായി ലഭിക്കുന്നു. മയക്കുമരുന്നൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് ഇവിടെ വിതരണം ചെയ്യുന്നു. ഈ താമരശ്ശേരി ഭാഗത്ത് പുതുപ്പാടി, കട്ടിപ്പാറ തുടങ്ങിയ പഞ്ചായത്തിൽ മയക്കുമരുന്ന് ധാരാളമായിട്ട് വരുന്നുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തുനിന്നുകൂടി ഒരു ജാഗ്രത വേണം. പല ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നലെ ഇവിടെ അടുത്ത് ബേണാടി എന്ന സ്ഥലത്ത് ഒരാളെ ആക്രമിക്കുണ്ടായിട്ടുണ്ട്. ശരി, എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ നാട്ടുകാർ കൂടി, നമ്മളുടെ ആളുകൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മളുടെ ചുറ്റുമുള്ളവരൊക്കെ ഏത് തരത്തിലാണ് പെരുമാറുന്നത്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടി ജാഗ്രത. അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥ നാളെ നമ്മളുടെ കുട്ടികളും നമ്മുടെ സമൂഹവും ഒക്കെ ആയിരിക്കും ഈ തരത്തിലേക്ക് മാറിപ്പോകുന്നതെന്ന് കൂടി ആലോചിക്കണം. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ചന്ദ്രൻ നായരാണ്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം. സാർ, നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും ലഹരി മരുന്നിന് അടിമയായതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ ആയിട്ടുള്ള കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 3 ദിവസത്തെ ക്യാമ്പയിൻ വെച്ചു. അതിനകത്ത് പ്രശസ്തരായ ആൾക്കാർ വന്ന് പ്രസംഗിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു പൊതുപരിപാടി നടത്തി. സാർ, 32 പേരാണ് സാർ അതിനകത്തേക്ക് ശ്രദ്ധിക്കാനും വന്ന് നിൽക്കാനും അത് കേൾക്കാനും. ഇത് മതിയോ സാർ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെറുപ്പക്കാർ, നമ്മളെ രാജ്യം നാളെ സംരക്ഷിക്കേണ്ടവരായിട്ടുള്ള ചെറുപ്പക്കാർ മുഴുവൻ ഇതിൻ്റെ അടിമയായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൊതുപരിപാടിയിൽ വെച്ച് നമ്മൾ ഇതിനെതിരെ പോരാടുന്ന സമയത്ത് ഇതിനകത്ത് ആ 32 പേര്, ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാം, ആ 32 പേരിൽ ആരും തന്നെ മദ്യവും മയക്കുമരുന്നോ കഴിക്കുന്നവരുണ്ടായിരുന്നില്ല. ഇത് മതിയോ സാർ? സമൂഹം കുറച്ചും കൂടെ ഒന്ന് ഉണരണ്ടേ? ഉണർന്നാലല്ലേ പറ്റുള്ളൂ. അതെ, താങ്കൾ പറയുന്നത് വളരെ വ്യക്തമാണ്. സമൂഹത്തെ ഇതിൽ നിന്ന് ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലം കൂടിയാണ്. അത്രത്തോളം രീതിയിലാണ് കേരളത്തിലേക്ക് ഈ മാരകമായ രാസലഹരികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് പോലും അവരെയൊക്കെ പലതരത്തിൽ ഇതിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ ഇപ്പോൾ ഉള്ള ജാഗ്രതയുടെ 10 മടങ്ങ് ജാഗ്രതയിൽ നമ്മൾ നിൽക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ ജാഗ്രതയില്ല എന്നുള്ളതല്ല അതിനടുത്ത വിഷയം. പക്ഷേ ഈ ജാഗ്രത പോരാ. നമുക്ക് ഇതിനെയൊക്കെ പൂർണ്ണമായും തടയാൻ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ നിതിനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ നിതിൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ചില കേസുകളിൽ സമൂഹത്തിന് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നായാലും ചിലർക്ക് ചില അധിക പ്രിവിലേജുകൾ ലഭിക്കുന്നുണ്ടോ?
അതെ സാറേ, തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരു ആലപ്പുഴ ഒരു സ്ത്രീയെ ഉൾപ്പെടെ പിടിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടമ്മയെ പോലെയാണ് മുമ്പ് ജീവിച്ചിരുന്നു പറയുന്നത്. അവർക്ക് ഇത് എവിടുന്ന് വന്നു? ഈ വന്ന സാധനം ഇവർക്ക് എന്തോ മയക്കുമരുന്ന് കിട്ടിയെന്നോ, ഈ മയക്കുമരുന്ന് എവിടുന്ന് കിട്ടി? ആ കൊടുത്തവരെ ആദ്യം പിടിക്കുക. അതിനുശേഷം അവർക്ക് കൊടുത്തവരല്ലേ അവർക്ക് ഇത് എവിടുന്ന് കിട്ടി, അവരെ ഇതെന്താ പിടിക്കാത്തത്? ഈ പറയുന്ന ഈ ലാസ്റ്റ് നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ ഇവരെ പിടിക്കുന്നത്. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് വന്ന ഒരു സ്ത്രീ വരുന്നെങ്കിൽ അവർക്ക് 2 കോടി പോയിട്ട് അവരുടെ വീട്ടുകാർ പറയുന്നതിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ 2 ലക്ഷം രൂപ പോലും എടുക്കാൻ ശേഷിയില്ലാത്തവരാണ്. വീട്ടിൽ നിന്ന് കണ്ട് അടുത്ത വീട്ടിൽ നിന്ന് കടം മേടിച്ചൊക്കെ പോയ സ്ത്രീയാണ്. അപ്പോൾ ഇത് ആര് കൊടുത്തു വിട്ടു, ആർക്ക് കൊണ്ട് കൊടുക്കുന്നു? ഈ 2 പോയിന്റാണ് ഏറ്റവും പ്രധാനം. ഒരു കാര്യം കൂടി ചോദിച്ചു സാറേ, ഇപ്പൊ ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ ടി വിക്കകത്ത് കണ്ടിരുന്ന തലമുടി പരിശോധിച്ചാല് ഇവര് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ നോക്കാന്ന്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ തലമുടി പരിശോധിച്ചിട്ട് നോക്ക്. അല്ലാതെ ഇത് ഈ സാധാരണക്കാരനെ ഇങ്ങനെ കാണിക്കുന്ന പോലെ ഇവർ ഈ ചില ചാനലുകാര് വലിയ ഓൺലൈൻ ഇതുപോലെ അങ്ങ് നടക്കുക, കാമ്പയിൻ പോലെ നടക്കുന്നുണ്ട്. ഈ ഇപ്പൊ ഷൈൻ ടോം ചാക്കോയുടെ തലമുടി പരിശോധിക്കുക, അതിനകത്ത് ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമെന്നാണ് കാണിച്ചിരിക്കുന്നത് ടി വിയിലൊക്കെ. അങ്ങനെ അതൊന്നും പരിശോധിക്കാത്തത് എന്താ ഇവിടുത്തെ പോലീസ്? ശരി, താങ്കളുടെ വിഷയം, താങ്കൾ ഉന്നയിച്ച വിഷയം പ്രധാനപ്പെട്ട തന്നെയാണ്. ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, ഈ താങ്കൾക്ക് ഈ വാർത്തയൊക്കെ കാണുമ്പോൾ എന്താണ് പ്രതികരിക്കാൻ തോന്നുന്നത്? നമസ്കാരമുണ്ട്. കിരണേ, നമ്മുടെ കേരളം എങ്ങോട്ടായി പോന്നേന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനൊരു ഭാഗ്യവതി, എന്റെ മോൻ പുറത്തായതുകൊണ്ട് അങ്ങനെ അവിടെ പറ്റാത്തത് കൊണ്ട് ഞങ്ങള് രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷെ ഇതിലേ പോകുന്ന കുഞ്ഞുങ്ങളെ കേരളത്തിൽ മാത്രം, കേരളത്തിൽ സാമാന്യഗതിയിൽ ഇത്തരം ഇതൊക്കെ കേസാകുകയും പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ മറ്റു പല സംസ്ഥാനങ്ങളൊന്നും അങ്ങനെ കേസാകുകയും പിടിക്കപ്പെടുകയും ഒന്നും ചെയ്യുന്നില്ലാത്ത അവസ്ഥ കൂടി ഉണ്ട് കേട്ടോ. ആയിക്കോട്ടെ. നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് പലപ്പോഴും ചിലടത്ത് ഇത് ലീഗലൊക്കെയാണ് താനും. നമ്മുടെ ഒരു MLA-യുടെ മകനെ ഈ ഇടയ്ക്ക് പിടിച്ചല്ലോ. ആ കേസൊക്കെ ആവിയായിട്ടങ്ങ് പോയി. അപ്പൊ അതുകൊണ്ട് ഷൈനിന് മാത്രമല്ല പ്രിവിലേജ് ഉള്ളത്, പ്രശസ്തരായ ആരെയും പിടിച്ചാലും അതെല്ലാം അങ്ങ് ആവിയായിട്ട് പോവുകയാ. അതിനാണ് കേരളം ഇത്ര പുറകോട്ട് പൊക്കോണ്ടേയിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുഞ്ഞുനാള് എത്ര നാള് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചു. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതെന്തോന്ന് അറിയാവോ? ഇപ്പൊ എന്താ ഇങ്ങനെ ആയത്? ശരി ശ്രീമതി ജയ, എന്തായാലും അന്നും മറ്റു തരത്തിലുള്ള ഈ രാസലഹരി ഒന്നും ഇല്ലെങ്കിലും പണ്ടും പലതരത്തിലുള്ള കഞ്ചാവൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിലും ഒക്കെ പല ഘട്ടത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി മാരകമായ രാസലഹരികളൊക്കെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ഈ വിഷയത്തിൽ ചില ആളുകൾക്ക് പലപ്പോഴും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എല്ലാ കാര്യത്തിലും കിട്ടുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ ഈ പ്രിവിലേജിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ എപ്പോഴും ഈ പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും നമ്മുടെ സംവിധാനങ്ങൾ എന്നുള്ള രീതിയിൽ. എന്നാൽ സമീപകാലത്ത് നടന്ന പരമ്പരയായിട്ടുള്ള കൊലപാതകങ്ങളുടെ വില്ലൻ എന്ന് പറയുന്നത് മയക്കുമരുന്ന് കൂടിയായതിനാൽ ഇനിയെങ്കിലും ഈ സമൂഹം നന്നാവും, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ശരിയാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ സംഭവിച്ചത്. നോക്കൂ, ഞാൻ ആദ്യം പറയട്ടെ, കേരള പോലീസ് ഇത് കേൾക്കുന്നെങ്കിൽ അവർ തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ തന്നെ എപ്പോഴും ഊറ്റം കൊള്ളാറുണ്ട്. കേരള പോലീസ് പോലെ കുറ്റം കണ്ടുപിടിക്കാൻ, കുറ്റവാളികളെ സെക്കൻഡ്സിനുള്ളിൽ പിടിക്കുവാൻ കഴിവുള്ള ഒരു പോലീസ് ഇന്ത്യ മഹാരാജ്യത്തില്ല. അപ്പോ ഷൈൻ ടോം ചാക്കോയെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല പോലീസിന്. പിന്നെ എന്റെ മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത്, നമ്മൾ 5 മിനിറ്റ് ഇടപെട്ട് നിങ്ങളുടെ ചാനലിൽ ബഹുമാനപ്പെട്ട നിങ്ങളുടെ പ്രധാന അവതാരിക കൂടെയായിട്ടുള്ള വാർത്താ അവതാരിക കൂടെയായിട്ടുള്ള മറന്നുപോയി, നിങ്ങൾ 5 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ പരസ്യം പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഈ മോട്ടിവേഷന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഇവിടെ ഇതിന്റെ വൻ റാക്കറ്റുകളെ, കോടീശ്വരന്മാരെ തൊടാൻ പോലും നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയാത്തത് കൊണ്ടല്ല അവരത് ചെയ്യുകയില്ല. നമ്മുടെ നാട്ടിൽ കൊലപാതക പരമ്പരകൾ ഇനിയും 5, 6 എണ്ണത്തിനെ തള്ളയും തന്തയും എല്ലാം കൊല്ലുന്നത് തുടരും എന്നുള്ള ഒരിതാണ് എനിക്ക് വൈകാര്യമായ ഒരവസ്ഥ കൂടി നമുക്ക് മനസ്സിലാവുന്നു. ഈ ആരായാലും പ്രതികരിച്ചു പോകും ഈ തരത്തിലൊക്കെ. ഇങ്ങനെയൊക്കെ ആളുകൾ മാറിക്കഴിയുമ്പോൾ അത്തരത്തിലേക്ക് ഈ മയക്കുമരുന്നിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ക്രൂരതകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ അച്ഛനെയും അമ്മയും ഭാര്യയും മക്കളെയും ഒക്കെ ആ തരത്തിൽ, അതും കൊലപാതകത്തിൻ്റെ പോലും കേട്ടിട്ടില്ലാത്ത തരത്തിലെ ക്രൂരമായിട്ടൊക്കെ കൊലപ്പെടുത്തിയിട്ട് പോലും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന ആളുകളെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഉഷയാണ് പിറവത്ത് നിന്നും. ശ്രീമതി ഉഷ, താങ്കൾക്ക് പറയാം. ഹലോ, പറഞ്ഞോളൂ. അതെ, എനിക്ക് പറയാനുള്ളത് ഇവരെ പോലെയുള്ള ആൾക്കാരെ ആദ്യം പിടിച്ചാലേ ഈ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഇതിനെ അവരെ പിടിച്ചല്ലോ. ഇപ്പൊ അതുകൊണ്ട് നമുക്കിത് ചെയ്താൽ ഒരു പേടി വേണമല്ലോ.
കുഞ്ഞുങ്ങൾക്കൊരു പേടി വേണമല്ലോ. ഇവരെ പോലുള്ള ആൾക്കാരെ പിടിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ശരി, സ്വാഭാവികമായും കുട്ടികൾക്ക് ഇവരെ പോലുള്ള ആളുകൾക്കൊന്നും പിടിക്കപ്പെടുന്നില്ല, ഇവരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുകയും ആ തരത്തിലേക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്കും ആ തരത്തിലേക്ക് അവരോടൊരു താല്പര്യവും അല്ലെങ്കിൽ ആ അത്തരം മയക്കുമരുന്നിനോട് താല്പര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടിയുള്ളതാണ്. ശ്രീ ദീപ സി കെ പറയുന്നു, കൃഷ്ണൻകുട്ടി ചേട്ടൻ പോലീസാണോ എന്ന് ചോദിക്കുന്നു. മണിമലയിൽ നിന്നുള്ള കൃഷ്ണൻകുട്ടി ചേട്ടനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വാദം അവതരിപ്പിച്ചാണ്. ഞാൻ പോലീസാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ശ്രീ ടിറ്റോ തോമസ് കെ പറയുന്നു, തുടർച്ചയായ ചിത്രങ്ങൾ പരാജയപ്പെട്ടിട്ടും അയാളുടെ അവസരങ്ങൾ കുറവില്ലാത്തതിന് കാരണം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഇതുപോലുള്ള മയക്കുമരുന്ന് മാഫിയയുടെ ഫണ്ട് ഉണ്ട് എന്നതിന് തെളിവാണെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊന്നും നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. അങ്ങനെ മയക്കുമരുന്ന് മാഫിയയുടെ ഫണ്ട് ഇതിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത്ര തെളിവുകളില്ലാതെ നമുക്ക് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കും. നത്തിങ് ഹാപ്പൻ ടു ശ്രീറാം വെങ്കിട്ടരാമൻ. സോ ഷൈൻ ടോം ചാക്കോ 2 എന്ന് പറയുന്നു. എന്തായാലും ശ്രീറാം വെങ്കിട്ടരാമനെ പോലെ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി പലതരത്തിലൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതാണ്. പ്രധാനപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസും നമ്മുടെ ചില ഡോക്ടർമാരും ചില ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് വളരെ വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയാണ്. പക്ഷേ ഇപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിയമ പോരാട്ടത്തിലൂടെ അദ്ദേഹത്തെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത്തരം ആരൊക്കെ വിചാരിച്ചാലും ചില ഘട്ടത്തിൽ അവരുടെ ഒന്നും അത്തരം വലിയ അട്ടിമറികളൊന്നും വിജയിക്കാൻ എല്ലാ കാലത്തും കഴിയില്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോവാം. തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയാണ് ഈ ലഹരിയുടെ ഉപയോഗം, അതും ഈ മാരകമായ രാസലഹരിയുടെ ഉപയോഗം ഇങ്ങനെ സിനിമാ മേഖലയിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ സുലഭമായി ഇവർക്ക് ലഭിക്കുന്നു എന്നൊരവസ്ഥ കൂടിയുണ്ട്. സാറേ, എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ രാസലഹരി തന്നെയല്ലല്ലോ മലയാള സിനിമയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളിലും ഇവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നടന്മാരും ഇതിലെ പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അധികാരവർഗങ്ങൾ കണ്ണടച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഷൈനിനെ പോലെ ഒരു ഫിഗർ ധിക്കാരഭാവമായി. കാരണം ഒരു സെലിബ്രിറ്റിയായിട്ട് എന്തിനു കാണും? ഞാൻ ഈ സിനിമാടന്മാരെ സെലിബ്രിറ്റി കാണാറില്ല. ഞാൻ പട്ടാളക്കാർ മാത്രമേ സെലിബ്രിറ്റി കാണാറുള്ളൂ. ഇവർക്ക് ഇത്രയും അന്തസ്സില്ല തരംതാഴ്ന്ന പരിപാടിയില്ല. സത്യം പറഞ്ഞ് ഇത്തരം പരിപാടികൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇവരെയൊക്കെ നമ്മൾ എപ്പോഴും നിലയ്ക്ക് നിർത്താനുള്ള അധികാരവർഗം കൊണ്ട് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു ജനങ്ങള്, മലയാളി എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ജനങ്ങൾ. ഇവരൊക്കെ ഇത് മറ്റുള്ള രാജ്യത്താൾക്കാർ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോലെ എന്നെ ചിന്തിക്കുന്നു. ഏത് അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സജീഷ് കുമാറാണ് ചേർത്തലയിൽ നിന്ന്. ശ്രീ സജീഷ് കുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ വിഷയത്തെ? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. രാവിലെ രാഹുൽ ഈശ്വറിന്റെ ഒരു ബൈറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. ഹലോ, പറഞ്ഞോളൂ. സാറേ, രാഹുൽ ഈശ്വറിന്റെ ഒരു ബൈറ്റ് രാവിലെ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരവസരം കൂടെ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നിലവിൽ തന്നെ എത്ര അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്? വേറൊരു സാധാരണക്കാരാണ് ഇങ്ങനെങ്കിൽ എപ്പോഴേ ജയിൽ അഴികൾക്കുള്ളിലായേനെ. അല്ല, അവസരം കൊടുക്കുന്നതിന് ഇപ്പോൾ ഏത് ഒരാൾ എത്ര പ്രാവശ്യം എത്ര കുറ്റം ചെയ്താലും അവർക്ക് നന്നാവാൻ ഏത് പ്രായത്തിൽ താല്പര്യമുണ്ടെങ്കിലും അവർക്ക് നന്നാവാൻ അവസരം കൊടുക്കുന്നത് അതിനെ പോസിറ്റീവായി കാണണം. അതിപ്പോൾ ഏത് കൊടും കുറ്റവാളിക്ക് പോലും നന്നാവാൻ അവസരം നമ്മുടെ നിയമ സംവിധാനം കൊടുക്കാറില്ല. അതിനെ അങ്ങനെ കാണേണ്ട കാര്യമില്ല. പക്ഷേ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം. അല്ലാതെ കുറ്റം ചെയ്തതിന് നടപടി എടുക്കാതെ അല്ല നന്നാവാൻ അവസരം കൊടുക്കേണ്ടത്. അവസരം കൊടുക്കുന്ന അതല്ല സാറേ ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കേസ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാതൃകപരമായിട്ട് എന്താണ് ഈ കാണിക്കുന്നത്? ഈ പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ളത് ചില ഓൺലൈൻ ചാനലുകളിൽ കാണിക്കുന്ന ഇവരുടെ ഇന്റർവ്യൂസ് ഒന്ന് കണ്ടു നോക്കണം സാർ. അതൊക്കെ ഈ റീച്ച് കൂട്ടാൻ വേണ്ടി ചില ഓൺലൈനുകളൊക്കെ ആ തരത്തിലേക്ക് അവർക്ക് ഇതിന്റെ സമൂഹത്തിന് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും പലപ്പോഴും ശ്രദ്ധയില്ലാത്ത രീതിയിലേക്കുള്ള പ്രതികരണങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങൾ സാധാരണ ജനങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറുള്ളതല്ല. ഇതിന് മാതൃകപരമായിട്ടുള്ള ഒരു ശിക്ഷ നൽകണം. ഷൈൻ ആയാലും ടോം ആയാലും ചാക്കോ ആയാലും അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ ഒരു സാധാരണ. അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സജീഷ് കുമാർ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ബാലനാണ് പാലക്കാട്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്രത്തോളം ഈ സെലിബ്രിറ്റികൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ പ്രത്യേകമായ പ്രിവിലേജ് വല്ലതും ഉണ്ടോ? സെലിബ്രിറ്റികൾക്കാണല്ലോ പ്രിവിലേജ് ഉള്ളത്, പ്രത്യേകിച്ച് സിനിമാക്കാർക്ക്. പറഞ്ഞോളൂ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടോ, ഞാൻ കുറച്ച് പുറകിലേക്ക് പോവാ. ഒരു 85-90 കാലത്തൊക്കെ ഞാൻ ചാരായത്തിന്റെ ഡിപ്പോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ 2-3 സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. പടം ഏതാണെന്ന് എന്നോട് ചോദിക്കരുത്. ബക്കറ്റിലാണെന്ന് ചാരായം കൊണ്ട് കൊടുത്തവർക്ക്. സെറ്റിലേക്ക് നടന്നു കുടിക്കാനാണോ അരിക്ക് കുടിക്കാനാണോ എന്നോട് ചോദിക്കരുത്. അത് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അതാണ് ഇപ്പൊ ഹൈബ്രിഡ് കഞ്ചാവും കൊക്കൈനും MDM ഈ രൂപത്തിലേക്ക് എത്തിക്കുന്നത്. ഇത് എന്തൊക്കെ പറഞ്ഞു തരത്തിൽ ഈ സിനിമയിൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 1200 കോടി രൂപ നഷ്ടമാണ് നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം. എന്നിട്ട് ഇവിടെ ആഴ്ചയിൽ 2-3 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇത് ഈ കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവം പുറത്ത് നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇത് ഉപയോഗത്തിനേക്കാൾ കൂടുതൽ ഇത് വിപണനം നടക്കുന്നു ഇവിടെ. ശരി, ശ്രീ ജേക്കബാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ ജേക്കബ്, താങ്കൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഇവർക്ക് ലഭിക്കുന്നതായി? തീർച്ചയായിട്ടും
ഈ സിദ്ദിഖ് ഒളിവിൽ പോയിട്ട് എത്ര നാള് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തോ? ഇതുവരെ അറസ്റ്റ് ചെയ്തിരുന്നോ? ഹലോ, പറഞ്ഞോളൂ. സിനിമാ നടൻ സിദ്ദിഖ് ഒളിവിൽ പോയിട്ട് ഇവിടുത്തെ പോലീസിന് പിടിക്കാൻ സാധിച്ചോ? അപ്പോ സിനിമാ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനകത്ത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വ്യത്യാസമില്ല. ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ കേരള പോലീസും എക്സൈസ് വകുപ്പ് മനസ്സ് വെച്ചാൽ കേരളത്തിൽ ഒരു തരി ലഹരിയും വിൽക്കാൻ പറ്റില്ല. പക്ഷെ അവർ മനസ്സ് വെക്കില്ല. ഇനി സർക്കാരിന് ചെയ്യാനുള്ളത് എല്ലാ ലഹരിയും കിട്ടുന്ന ഓരോ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അതും ലാഭമാകുമല്ലോ, ഖജനാവിലേക്ക് പണം കൂട്ടാം, അതേ പറ്റുള്ളൂ. ഈ ലഹരിയെ എന്തിനാണ് തരംതിരിക്കുന്നത്? മുറുബീടി മുതൽ വഴിയിൽ വിൽക്കാൻ വെക്കുന്ന മുറുക്കാൻ മുതൽ മുകളിലേക്ക് എല്ലാം ലഹരിയാണ്. ശ്രീ ജേക്കബ്, അങ്ങനെ നമുക്ക് പൂർണ്ണമായും നമുക്ക് ഈ രാസലഹരിയൊക്കെ ഉപയോഗിക്കുന്നതിനെയും വഴിയിൽ ഒരാൾ മുറുക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് എല്ലാം ലഹരിയാണ്, അതെല്ലാം ശരിയാണ്, എല്ലാം ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ ഒരു സമൂഹത്തിന്, ഒരു പൊതുസമൂഹത്തിന്റെ രീതിക്ക് എല്ലാ ലഹരിയും അത്ര കൊണ്ട് അതൊന്നും വേണ്ട. എല്ലാ ലഹരിയും കേരളത്തിൽ നിരോധിക്കണം. എല്ലാ ലഹരിയും നിരോധിക്കണം. അങ്ങനെ ഒരു രാജ്യത്തും അങ്ങനെ പ്രാക്ടിക്കലായി നിരോധിച്ച് വിജയിപ്പിക്കാൻ കഴിയില്ല. ഒരു കുട്ടി പുക വലിച്ചു തുടങ്ങുന്ന മുറുബീഡിയിൽ നിന്നാ അവൻ പോയി വിൽസ് മേടിച്ചല്ല വലിച്ചു തുടങ്ങുന്നത് ആണോ? ശ്രീ ജേക്കബ്, അതിനകത്ത് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് താങ്കൾ പറഞ്ഞത് ശരിയാണ്, അതിനെ പോസിറ്റീവ്, വളരെ പോസിറ്റീവ് അർത്ഥത്തിൽ തന്നെ എടുക്കുന്നു. ലോകത്ത് എല്ലാ ലഹരിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ കള്ളു കുടിച്ചു തുടങ്ങുന്നത് കള്ളിൽ നിന്നാണ്, അല്ലാതെ അവൻ വിദേശ ഷോപ്പിൽ പോയല്ല കുടിക്കുന്നത്. ശരി. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നുമല്ല ശ്രീ ജേക്കബ്, അത് പണ്ടായിരുന്നു അങ്ങനെ. ഇപ്പോ സ്കൂളുകളിൽ തന്നെ ഈ പറയുന്ന പല സ്ഥലങ്ങളിലുമൊക്കെ ഈ രാസലഹരികളടക്കം കിട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞു. പണ്ടൊക്കെ അങ്ങനെയൊക്കെ വരുന്ന ആളുകളായിരുന്നു. രാസലഹരിയിലേക്ക് എങ്ങനെയാണ് ആളുകൾ ചെല്ലുന്നത്? ശരി ശ്രീ ജേക്കബ്, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള ശേഷം വീണ്ടും വിഷയത്തിൽ ചർച്ച തുടരും. ശ്രീ സൈനദാസനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ സൈനദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള ആളുകൾക്കൊക്കെ ചില പ്രത്യേക പ്രിവിലേജുകൾ പലപ്പോഴും അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല സിനിമയിൽ നിന്നടക്കം ലഭിക്കുന്നുണ്ടോ? സർ നമസ്കാരം. സർ നമസ്കാരം. സിനിമാ മേഖലയിൽ മാത്രമല്ല സർ, കാരണം വരുമാനം വളഞ്ഞ വഴിക്ക് വരുമാനമുള്ള പലരും ഉണ്ട്. അവരെല്ലാം കാരണം നല്ലൊരു വരുമാനം കിട്ടുമ്പോൾ ഇവർക്ക് ഈ പൈസയുടെ ആവശ്യമില്ല. ഒന്നത്, പിന്നെ ഇവരിങ്ങനെ പൈസ വാരിക്കോരി കൊടുക്കുമ്പോഴുണ്ടല്ലോ മറ്റുള്ളവരെ കൊണ്ടു കൊടുക്കുക. ഏറ്റവും ലാഭമുള്ള പരിപാടിയാണ് ലഹരി. മദ്യം ആയാലും ശരി, മയക്കുമരുന്നായാലും എല്ലാം ഇതിൽ ഏറ്റവും ലാഭം കിട്ടുന്നു. അതുകൊണ്ട് ആളുകൾ ഇതിന്റെ പിറകെ വരും. പിന്നെ നമുക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കുന്നില്ല. ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ശിക്ഷ കൊടുക്കണം. അപ്പൊ എന്താണ്, അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, എന്നിട്ട് എങ്ങനെയെങ്കിലും അവരെ മറ്റുള്ളവരുടെ സ്വാധീനത്താൽ അവർ തടി വരും. ഒരു സൗദിയിലൊക്കെ ചെയ്യുന്ന മാതിരി സാർ കയ്യും കാലും ഒക്കെ വെട്ടണോ, എന്നാൽ തന്നെയുള്ള ഇത് നിൽക്കുള്ളൂ. അങ്ങനെ ഒരു നല്ല ശിക്ഷ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ആധുനിക സമൂഹത്തിന് ചേർന്ന ഒരു ശിക്ഷാരീതി ഒന്നുമല്ല. കൈവെട്ട്, കാലുവെട്ട്, അതൊക്കെ പ്രാകൃതമായ ഞാൻ പറയുന്ന ആൾക്ക് ഒന്ന് രണ്ടാളെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യൂല. ശ്രീ സൈനദാസൻ, അങ്ങനെ ഒന്നും അവിടെ ഒന്നും അതുകൊണ്ട് കൈയും കാലും വെട്ടിയത് കൊണ്ട് സൈനദാസൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കൈയും കാലും വെട്ടുന്ന രാജ്യങ്ങളിലും അല്ലെങ്കിൽ തല വെട്ടുന്ന രാജ്യങ്ങളിലൊന്നും കുറ്റകൃത്യം ഇല്ലാതിരുന്നിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കുറ്റകൃത്യമൊക്കെ ഉണ്ട്. അങ്ങനെ പേടിച്ചൊന്നും കുറ്റകൃത്യത്തിൽ നിന്നും ആളുകൾ പോകുന്ന അതൊക്കെ ഒരു തോന്നലാണ് ശ്രീ സൈനദാസൻ. നമുക്ക് ലോകത്ത് കുറ്റകൃത്യങ്ങൾ ഏറ്റവും, ശ്രീ സൈനദാസൻ ഒന്ന് കേൾക്കൂ, ഈ ലോകത്ത് ഏറ്റവും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ രാജ്യങ്ങളെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അത്ര സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെയൊന്നും അങ്ങനത്തെ ഒരു ശിക്ഷാരീതി ഉള്ള രാജ്യങ്ങളല്ല. അവിടെയൊക്കെ കൂടുതൽ മനുഷ്യാവകാശത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളൊക്കെയാണ്. അല്ലാതെ കൂടുതൽ ശിക്ഷ നൽകുന്ന, കൈവെട്ടുന്ന, കാലുവെട്ടുന്ന, തലവെട്ടുന്ന രാജ്യങ്ങളിലൊന്നുമല്ല. അതൊരു നമ്മുടെ ഒരു പ്രാകൃതമായ ചിന്തയാണ്. അങ്ങനെ കൈവെട്ടിയാൽ പേടിച്ചിനി ആളുകാരും ചെയ്യില്ല എന്ന്, അങ്ങനെയൊന്നുമില്ല. അതൊരു ആ കാലമൊക്കെ മാറി. അത്ര കാലത്ത് അല്ല നമ്മൾ ജീവിക്കണം. ആരുടെയും കൈവെട്ടാനും കാലുവെട്ടാനും നമുക്ക് അവകാശമില്ല. ശരി, ഓക്കെ. അങ്ങനെ പേടിപ്പിച്ചല്ല ശ്രീ സൈനദാസൻ ആളുകളെ മാറ്റേണ്ടത്. അങ്ങനെ ഒരു പേടിപ്പിച്ച് ഭയപ്പെടുത്തേണ്ട ഒന്നല്ല ഒരു ഭരണകൂടം എന്ന് പറയുന്നത്. സാർ എന്തായാലും നമ്മുടെ ഈ ചെറുപ്പക്കാരുണ്ടല്ലോ ഇന്ന് എവിടെ ഈ സിനിമാ മേഖല ഒന്നല്ല, നാട്ടിൻപുറത്തൊക്കെ ഉണ്ട് ഈ സംഭവം. അത് ശരിയാണ്. പക്ഷെ അതിനെ ആരെയും ഭയപ്പെടുത്തിയല്ല ശ്രീ സൈനദാസൻ മാറ്റേണ്ടത്, ആളുകളെ ബോധവൽക്കരിച്ചാണ് മാറ്റേണ്ടത്. സത്യം പറയാണ്, പേടിപ്പിക്കണോ? അങ്ങനെ പേടിപ്പിച്ചത് കൊണ്ട് മാറില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പേടിപ്പിച്ച് മാറുമായിരുന്നെങ്കിൽ ലോകത്ത് ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. സാർ നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്ന് തുടങ്ങേണ്ട ഒരു പരിപാടി. ശരി ശ്രീ സൈനദാസൻ, ഓക്കെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാഹുലാണ് തൊടുപുഴയിൽ നിന്ന്. ശ്രീ രാഹുൽ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്?
ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന സിനിമാ നടനെ എന്തിനാണ് മാധ്യമങ്ങൾ ഇത്രയും അധികം കോർണർ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അദ്ദേഹം അതെ, കാരണം ഇതൊരു അദ്ദേഹം അവിടെ ലഹരി ഉപയോഗിച്ചതായ വ്യക്തമായ തെളിവുകളോ അല്ലെന്നുണ്ടെങ്കിൽ അവശിഷ്ടങ്ങളോ ഒന്നും കിട്ടാത്ത പക്ഷം ഒരു മാധ്യമ വേട്ടയല്ലേ ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? വലിയ വേട്ടയാണ്. പിന്നെ തീർച്ചയായും അത് ഒരു വ്യക്തിയെ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ ഷൈൻ ടോം ചാക്കോയെ പ്രത്യേകം അങ്ങ് മാധ്യമങ്ങളെല്ലാം കൂടി അങ്ങ് വേട്ടയാടി കൊല്ലുകയല്ലേ? അതെ അതെ, അതിന്റെ കൂടെ അദ്ദേഹത്തിന് എതിരായി നല്ല വിഷമമുണ്ടല്ലേ? വിഷമത്തിന്റെ അല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാകാം. പക്ഷെ ഇപ്പം അതിനെ തുടർന്ന് തന്നെ ചില നടിമാര് രംഗത്ത് വരികയും അദ്ദേഹത്തിനെതിരായി സംസാരിക്കുകയും താങ്കൾ കേട്ടില്ലല്ലോ. അതൊക്കെ വേട്ടയായിരിക്കും ചിലപ്പോ. അതെ, തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടല്ല. അദ്ദേഹം ലഹരി ശരിയായ നിലപാടല്ലെന്ന് ആരുടെ ശരിയായ നിലപാടല്ലെന്നാണ് ശ്രീ രാഹുൽ പറയുന്നത്? പോലീസിന്റെയും മാധ്യമങ്ങളുടെയും. അതെങ്ങനെയാണ് പോലീസ് രാഹുൽ ഒരു സിനിമാ നടി തന്നെയല്ലേ വന്ന് അദ്ദേഹത്തിനെതിരെ ആക്ഷേപം പറഞ്ഞത്? അത് ആക്ഷേപം പറഞ്ഞു, പക്ഷെ കേസെടുത്തിട്ടില്ലല്ലോ. ആക്ഷേപം പറഞ്ഞെങ്കിൽ കേസെടുക്കണം, കേസെടുത്ത് നടപടിയിലേക്ക് പോകണം. അപ്പൊ അത് ആക്ഷേപം പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഇനി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒന്നും മിണ്ടണ്ട എന്നാണോ? ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ മിണ്ടണ്ട അല്ല, ഇതൊരു വലിയ ഞങ്ങൾക്ക് ഈ ഷൈൻ ടോം ചാക്കോ എന്ന് വേറെ ഒരാളൊന്നും ഇല്ല. ആരായാലും സമൂഹത്തിൽ തെറ്റായ രീതിയിലേക്ക് പോകുന്ന ആളുകളെ, അയാളുടെ പ്രതികരണങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, തെറ്റായ രീതിയിലേക്ക് പോകുന്ന ആളുകളെ സ്വാഭാവികമായും ഇത്തരം വിചാരണയ്ക്ക് നേരിടേണ്ടി വരും. വ്യക്തമായ തെളിവുകൾ ഈ മാധ്യമങ്ങൾക്കോ പോലീസുകാർക്കോ അവിടെ കിട്ടിയിട്ടുണ്ടോ? ഒരു ഹണ്ടിങ് ഒരു ഹണ്ടിങ് എന്നുള്ള ഞാൻ കാണുന്നത് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഉപയോഗിക്കുന്ന ആളാണ് താങ്കൾക്ക് അറിയാമോ എന്ന് റീസെന്റ് ഉള്ള കേസുകളും അദ്ദേഹത്തിനെതിരായ നിലവിൽ നേരത്തെ ഫയൽ ചെയ്തിട്ടുള്ള എഫ്ഐആറും ഒക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് അങ്ങനത്തെ ഒരാളിനെതിരെ വീണ്ടും കേസ് വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തിരക്കുന്നത്. അല്ലാതെ അയാളെ വേട്ടയാടാൻ വേണ്ടിയൊന്നും അല്ല. അത്രയും മനസ്സിലാക്കിയാൽ മതി. അല്ല, വേട്ടയാടുക തന്നെയല്ലേ ഇപ്പോഴും ചെയ്യുന്നത്. ഇതൊരു വലിയ ചർച്ചാ വിഷയം. നല്ല മനുഷ്യനായി തന്നെ ഇരുന്നോട്ടെ താങ്കൾക്ക് വേണ്ടി. ഷൈൻ ടോം ചാക്കോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാണ്. പോലീസ് പിടിച്ചില്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെട്ട് പിടിപ്പിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ജാഗ്രത കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തം കൂടിയുണ്ട് സമൂഹത്തിൽ ഈ മാധ്യമങ്ങൾ. അപ്പൊ അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം മറ്റു എന്തെങ്കിലും വന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി കരിവാരിത്തേക്കുന്നതിന് തുല്യമല്ലേ? ഷൈൻ ടോം ചാക്കോ നാട്ടുകാരെ കരിവാരിത്തേക്കുന്നല്ലാതെ ഷൈൻ ടോം ചാക്കോ എവിടെ കരിവാരിത്തേക്കാനാണ് അതിനകത്ത്? അതായത് ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും അദ്ദേഹത്തിന്റെ എന്തിനാണ് അദ്ദേഹം ഓടിയത്? ഞങ്ങൾ പറഞ്ഞോ അദ്ദേഹം ലഹരി ഉപയോഗിച്ചത്? ഞങ്ങൾ പറഞ്ഞോ? എന്തിനാണ് ഒരു ലഹരി അന്വേഷിക്കാൻ വന്ന അന്വേഷണ സംഘം ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളുടെ വീട്ടിൽ വന്ന അന്വേഷണ സംഘം വരുമ്പോൾ നിങ്ങൾ പുറകിലത്തെ വാതിൽ തുറന്ന് ചാടി ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം പലതാകാം. കാരണം ഒന്ന്, അദ്ദേഹത്തിനെ പെടുത്താം, അല്ലെങ്കിൽ രണ്ട്, അദ്ദേഹം എങ്ങനെ പെടുത്താം? അദ്ദേഹത്തിന്റെ കയ്യിൽ ലഹരി ഇല്ലെങ്കിൽ, അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് പെടുത്തുന്നത്? അതിനാണോ പാടിയിരിക്കുന്നത്? കാരണം അദ്ദേഹത്തെ അതൊരു വലിയൊരു ചർച്ചാ വിഷയം. ഇത്രയും കാലം 10 വർഷത്തിന് മുമ്പ് അദ്ദേഹം ലഹരി കേസ് ഉണ്ടായതടക്കം അദ്ദേഹം ഊരിപ്പോയ ആളാണ്. ഈ അദ്ദേഹം പലപ്പോഴും നടത്തുന്ന പ്രതികരണങ്ങളൊക്കെ താങ്കൾ കേട്ടിട്ടുള്ളതാണല്ലോ. അദ്ദേഹം മറ്റ് നടപടിക്രമങ്ങളിലൂടെ ഒരുപാട് കാലങ്ങളോളം പോയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം വെറുതെ പോയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വെറുതെ വിടേണ്ട അവസ്ഥ വന്നത്. ലഹരി ഉപയോഗിച്ചതിന്റെ പേരിലല്ല, ആ അന്വേഷണത്തിന് നടപടിക്രമങ്ങൾ ശരിയായി പാലിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ പേരിലാണ് കോടതി വെറുതെ വിട്ടത്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ നാട്ടിലെ പോലീസിന്റെയും നിയമവ്യവസ്ഥയും വീഴ്ചകൾ അത് കറക്റ്റ് അല്ല, വീഴ്ചകൾ പലപ്പോഴും ബോധപൂർവ്വം വീഴ്ചകളുണ്ട് ശ്രീ രാഹുൽ. അതുകൊണ്ട് താങ്കൾ മനസ്സിലാക്കണം. അങ്ങനെ വല്ലാതെ ഇവരെയൊക്കെ അങ്ങ് വേട്ടയാടുകയാണ്, അവരെ അങ്ങ് വിശുദ്ധന്മാരാക്കി ഒന്നും വെക്കേണ്ട അത്ര നല്ല ശീലമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കാര്യങ്ങളെ കുറെ കൂടി നിഷ്പക്ഷമായിട്ടൊക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കോടതിയുടെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ശ്രീ രാഹുൽ. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോവാം. ശ്രീ ജോസഫാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ചില ആളുകൾക്ക് അധിക പ്രിവിലേജ് ലഭിക്കാറുണ്ടോ? നമസ്കാരം. ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ലോക്കൽ തലത്തിൽ സംസാരിക്കാം സാർ. നമ്മൾ ഇതിനു മുമ്പ് 2 മാസം മുമ്പ് ഞാൻ ഈ വിഷയം സാറിനോട് സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഒരു താലൂക്ക് തലത്തിൽ ഉദാഹരണം, എന്റെ മോനെ ഈ വിഷയത്തിൽ എക്സൈസോ പോലീസോ അറസ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് ഫോൺ കോൾ വരികയാണ്. ഞാൻ എന്ത് ചെയ്യും സാറേ? എന്റെ മോനെ രക്ഷപ്പെടുത്തണം. ഇത് ഞാൻ ഇരുചേവറിയാതെ പ്രാദേശിക നേതാവിന്റെ അടുത്ത് സമീപിക്കുകയാണ്. ഒന്നിൽ ഭരണപക്ഷിയുടെ നേതാവിന്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ സ്വാധീനമുള്ള ഭരണമില്ലാത്ത നേതാവിനെ സമീപിക്കുമ്പോൾ ആ നേതാവും ഈ എൻക്വയറി ഓഫീസറും അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും സ്വാധീനിച്ചിട്ട്
സ്വാഭാവികമായിട്ടും ഊരിക്കൊണ്ടുവരികയാണ്. തീർന്നില്ല. ഇങ്ങനെ ഊരിക്കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ മോനെ കടത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തർക്കമില്ല. ഇതാണ് നമ്മൾ അറിയാതെ പോകുന്ന പത്രങ്ങളിലും ചാനലുകാരും അറിയാതെ പോകുന്ന നിരവധി കേസുകൾ കേരളത്തിലുണ്ട് സാർ. എന്നിട്ട് എന്റെ മോൻ വീണ്ടും ആ വഴിക്ക് പോവുകയാണ്. എന്റെ മോൻ വീണ്ടും കൂട്ടുകൂടെയാണ്. ആദ്യം തന്നെ ഒരാളെ തെറ്റിന്റെ വഴിയിലേക്ക് വന്നാൽ അവരെ തിരുത്താൻ തയ്യാറായാൽ പിന്നീട് അവരുടെ ജീവിതം മുതൽ രക്ഷപ്പെടുത്താൻ കഴിയും. അതിന് ആരുടെ കാര്യത്തിലായാലും ഒരിക്കൽ ഇങ്ങനെ ഒരു വഴിയിലേക്ക് പോയ ആളുകളെ പൂർണ്ണമായും തള്ളിക്കളയോ അല്ലെങ്കിൽ അവരെ അങ്ങ് കൊല്ലുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. അവരെ തിരുത്താൻ കഴിഞ്ഞാൽ അവരെ ശരിയായ കാലത്ത് അന്നേരം അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നാൽ അവർ വീണ്ടും തെറ്റിൻ്റെ വഴികളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കമൻറ്റുകൾ കൂടി വായിക്കാനുണ്ട്. ട്രക്ക് കടത്തുകാരെ പറ്റി അധികാരികളെ അറിയിക്കുക എന്ന് പറയുന്നു AK കൃഷ്ണൻകുട്ടി. ട്രക്ക് കടത്തുകാരെ പിടിക്കാൻ ഏറ്റവും ശക്തമായി ഇടപെടുന്ന കേരള സർക്കാരും പോലീസുമെന്നും AK കൃഷ്ണൻകുട്ടി പറയുന്നു. നേരത്തെ കൃഷ്ണൻകുട്ടി മണിമലയാണോ AK കൃഷ്ണൻകുട്ടി എന്ന് എനിക്കറിയില്ല. യുവാക്കളിലും കുട്ടികൾ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. ലഹരി വേണമെന്ന് തോന്നുമ്പോൾ കൊടുക്കാൻ ആളുകളുണ്ട്. ഈ ലഹരി എവിടെ നിന്നാണ് കിട്ടുന്നത് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സർക്കാർ നടപടി ഉണ്ടാവണം. അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രക്ക് കടത്തുന്നത് മോദിയുടെ ഗുജറാത്തിലെ അദാനി തുറമുഖം വഴിയാണ് എന്ന് പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മനോജാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ മനോജ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഷൈൻ ടോം ചാക്കോ ഈ ലഹരിയുമായിട്ട് എത്രയോ കാലമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ നിൽക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ഈ സിനിമാ ഫീൽഡിൽ എങ്ങനെ തുടരുന്നു എന്നുള്ളത് തന്നെ നമുക്കറിയാം. ഒരു മാഫിയയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇത് ഒരു സിനിമാ ഫീൽഡിൽ തമ്മിലൊരു ബന്ധം തന്നെയാണ്. ഇയാൾ അത്ര നല്ല അഭിനേതാവും അല്ല, അത്ര വലിയ ആളുമല്ല. പിന്നെ അദ്ദേഹത്തിന് ഒരു ചാനലിൽ കേട്ട് ഇദ്ദേഹത്തിന്റെ ഫാദറാണ് ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ കുറിച്ചൊക്കെ ഒരുപാട് സംശയമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ നടി ഇതിനകത്തൊരു രേഖാമൂലം പരാതി കൊടുക്കാനോ ഒന്നും പറയാത്ത സാഹചര്യമില്ല. വെറുതെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടു, അയാളെ പേര് പറയുന്നില്ല പറയുമ്പോ അതാണ് പോലീസിന് ഒരു ചില നടികളൊക്കെ ഒരുത്തർ പരാതി പറയാൻ തയ്യാറായല്ലോ. അതിനും അവർക്ക് കേസുമായിട്ടൊക്കെ പോയാൽ നമ്മുടെ നാട്ടിലുണ്ടാകാവുന്ന എത്രയോ കാലമായി അതിന്റെ പുറകെ നടക്കണം. അത്ര കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അവരെ കുറ്റം പറയുന്നതിൽ നമുക്ക് അർത്ഥമില്ല. അവര് തുറന്നു പറയാനെങ്കിലും തയ്യാറായല്ലോ എന്നതിനെ ഒരു പോസിറ്റീവായി കാണണം നമ്മൾ. പിന്നെ ശരി, നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ വിൽസൺ ആണ്. ശ്രീ വിൽസൺ, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ വിൽസൺ തിരുവാങ്കുളം. എനിക്ക് പറയാനുള്ളത്, വിൽസൺ തിരുവാങ്കുളം പറയൂ. സിനിമാ തട്ടിലുള്ളവർക്കും സാധാരണക്കാർക്കും ഇവിടെ രണ്ട് നിയമങ്ങളാണ്. അത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈ മോഹൻലാല് ആനക്കൊമ്പ് കേസ് കണ്ട് അതൊക്കെ എവിടെ പോയെന്ന് ആർക്കും എനിക്ക് വലിയ പിടിയില്ല. ഈ ഷൈൻ ടോം ചാക്കോന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കും, പത്രത്തിൽ വരും, TV-യിലൊക്കെ വരും. കുറെ കഴിയുമ്പോൾ അതൊന്നും നമ്മളറിയില്ല, അതൊക്കെ രക്ഷപ്പെട്ടു പോകും. സിനിമക്കാരും സാധാരണക്കാരും രണ്ട് തട്ടിലാണ്. പിന്നെ ഇവിടെ ഈ ഇന്നത്തെ പത്രത്തിൽ ഞാൻ ന്യൂസ് കണ്ട്, കുണ്ടന്നൂരില് ഇത് ഈ ലഹരി മരുന്ന് വിൽക്കണവര് പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്നില്ല. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ മഹാഭൂരിപക്ഷം പ്രേക്ഷകരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ചില കാര്യങ്ങളിലൊക്കെ ചില പ്രത്യേക പ്രിവിലേജുകൾ ചില ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അത്തരം പ്രിവിലേജുകൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ ലഹരിയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലഹരിയുടെ ആകെ ഉപയോഗത്തിൽ അത്തരത്തിലേക്ക് ശക്തമായ ഇടപെടലുകൾ വേണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചവരുണ്ട്. ഒരാൾ മാത്രമാണ് ഷൈൻ ടോം ചാക്കോയെ മാധ്യമങ്ങൾ വേട്ടയാടുകയാണ്, അയാൾ ലഹരി ഉപയോഗിച്ച് തെളിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് പറയുന്നത് എന്നുള്ള നിഷ്കളങ്കം എന്ന് തോന്നിക്കുന്ന ചില അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.